എത്രയും വേഗം പ്രത്യക്ഷനാകാൻ പോകുന്ന കർത്താവിൻ്റെ സവിധത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനത്തിന് വേണ്ടുന്ന വ്യക്തിപരമായ യോഗ്യതകളെ നാം ആഴത്തിൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. അല്പം വേഗത്തിൽ നമ്മൾ മുൻപോട്ട് പോകുന്നു. ഒന്നാമത്തെ കുറിപ്പിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. വരാനുള്ളവൻ. ആ പ്രയോഗം തന്നെ ഭയങ്കര ചിന്തയില്ലേ? വരാനുള്ളവൻ. യേശുവിന് കൊടുത്ത പേരുകളിൽ ഒരു മഹത്തായ പേരാണ് എന്തോന്ന്? വരാനുള്ളവൻ എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? നമ്മളൊക്കെ ഇവിടുന്ന് പോകാനുള്ളവരാണ്. നമ്മളൊക്കെ ഇന്നോ നാൾ രക്തസമ്മർദ്ദം കൂടും അങ്ങനെയൊക്കെ പറഞ്ഞ് ഇന്ന് പോകുന്ന കാര്യമല്ല ഈ പറയുന്നത്. ഓക്കെ, എന്നായാലും നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? പോയേ പറ്റുള്ളൂ. അതാണല്ലോ ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം 4-ാം വാക്യത്തിൽ അബ്രഹാം പറയുന്നുണ്ട്, ഞാനിവിടെ വന്നു പാർക്കുന്നവനും പരദേശിയ. വന്നു പാർക്കുന്നവൻ എന്ത് ചെയ്തേ പറ്റുള്ളൂ? പോയേ പറ്റുള്ളൂ. പരദേശിക്ക് ഈ ദേശം എന്തല്ല? സ്വന്തമല്ല, പ്രവാസിയല്ലേ. അപ്പം ഞാനിവിടെ വന്നു പാർക്കുന്നവനാണെന്ന് അബ്രഹാം, പുരാതന ഭക്തനായ അബ്രഹാമിന് പോലും ഇവിടുന്ന് പോയേ പറ്റുള്ളൂ എന്നുള്ള ബോധം ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊക്കെ ഇവിടുന്ന് പോകാനുള്ളവരാ. വരാനുള്ളവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവൻ വരുന്നത് നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോകാനാണ്. അപ്പോൾ ആ വരവിനുള്ള വ്യക്തിപരമായ യോഗ്യതകൾ എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് തിരിച്ചറിവുണ്ടാകണം. ഓക്കെ, അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അതിലെ ഒന്നാമത്തെ കുറിപ്പിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. വിഷയം അതിൻ്റെ ക്രമമായിട്ട് ഓർത്തിരിക്കണം. എന്തായിരുന്നു ഇന്നലത്തെ വിഷയമെന്നൊക്കെ നാളെ ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ കൃത്യമായിട്ട് പറയണം. വരവ് ഒരു വിശാലമായ വിചാരം. വരവെന്ന വിഷയത്തെക്കുറിച്ചുള്ള വിചിന്തനമായിരുന്നു. ആരുടെ വരവ്? കർത്താവിൻ്റെ വരവ്. ഓക്കെ, ആ വിഷയത്തെക്കുറിച്ചുള്ള വിശകലനമായി അതിലെ ഒന്നാമത്തെ കുറിപ്പ് വരവ് അതിൻ്റെ ഉറപ്പ് എന്നതാണ്. വേദപുസ്തക സംബന്ധമായി വരവ് അതിൻ്റെ ഉറപ്പ്. പഴയ നിയമത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പുതിയ നിയമത്തിലെ വാക്യങ്ങൾ അതിദ്രുതം പറയാം. കെട്ടിരുന്നോണം. അതിനെ കുറിച്ചെടുക്കാൻ പറ്റിയ കുറിക്കണം. കുറിക്കാൻ വല്ലതും ഉണ്ടോ? ഇല്ല. ബാഗ് തപ്പിയ കുറിക്കാൻ വല്ലതും കാണും. ഷുഗറൊക്കെ അല്ലേ, ഇടയ്ക്കിടയ്ക്ക് മധുരമുള്ളതൊക്കെ ഒന്ന് കുറിച്ചുകൊണ്ടൊക്കെ ഇരിക്കാനുള്ളത്. എന്നാലും കുറിക്കാൻ ആരും കൊണ്ടുവരാറില്ല. പിന്നെ ഓൺലൈൻ ഉണ്ടല്ലോ, ഒന്നുകൂടെ കേട്ടാൽ മതി. അന്നേരം കേൾക്കുമ്പോൾ ഒരു കുറിപ്പൊക്കെ കൈവച്ചോണം. ഈ വാക്യങ്ങളൊക്കെ എഴുതിക്കണം. യേശു മടങ്ങി വരുമെന്ന് വേദപുസ്തകം പഴയ നിയമ പുതിയ നിയമ ഗ്രന്ഥങ്ങളിൽ ഇഷ്ടം പോലെ പറയുന്നുണ്ട്. അതിൽ പുതിയ നിയമത്തിലെ 27 ഗ്രന്ഥങ്ങളിൽ 3 ലേഖനങ്ങൾ ഒഴികെ ബാക്കി എല്ലാറ്റിലും യേശുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. ഞാൻ ആ റെഫറൻസ് ഒന്ന് പറഞ്ഞങ്ങ് പോകാം, ശ്രദ്ധിച്ചോണം. അതാണ് ക്രിസ്തു വരുമെന്ന് നമ്മൾ ഉറപ്പായി വിശ്വസിക്കുന്നത്. തിരുവെഴുത്തിൽ അത്ര ഗംഭീരമായി അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന്, മത്തായി സുവിശേഷം 24-ാം അധ്യായം മുഴുവനും യേശുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് വ്യക്തമായി പറയുന്ന പ്രാവചനിക വിഷയങ്ങളാണ്. മത്തായി 24. 2, മർക്കോസ് 13. മർക്കോസ് 13-ന്റെ 33-ാം വാക്യത്തിൽ പറയുന്നു, ആ കാലം എപ്പോഴെന്നറിയായിക്കൊണ്ട് നിങ്ങൾ എന്തോ ചെയ്യണം? സൂക്ഷിച്ചുകൊള്ളണം എന്ന് പറയുന്നുണ്ട്. മർക്കോസ് 13. ഓക്കെ, അടുത്തത് ലൂക്കോസ് 21-ാം അധ്യായം. ആദിയോടന്തം യേശുവിൻ്റെ പുനരാഗമനത്തിൻ്റെ അനുഗ്രഹിത പ്രാവചനികമായ വീക്ഷണം നമുക്ക് നൽകിത്തരികയാണ് യേശുവിൻ്റെ ഒലിവുമല പ്രഭാഷണത്തിലൂടെ. അപ്പം മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21. അടുത്തത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാമത് വാക്യം. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന്. പൗരസമിതി പറയുന്നതല്ലത്, കമ്മിറ്റി പറഞ്ഞതല്ല, നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞതാണത്. കർത്താവ് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? 14-ന്റെ 3-ാമത് വാക്യം, യോഹന്നാൻ്റെ സുവിശേഷം. അടുത്തത് അപ്പോസ്തല പ്രവൃത്തി നോക്കിക്കേ. അപ്പോസ്തല പ്രവൃത്തി 1-ന്റെ 11-ാം വാക്യം. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ തന്നെ എന്തോ ചെയ്യുന്ന? മടങ്ങി വരും. 1-ന്റെ 11-ാമത് വാക്യത്തിൽ അങ്ങനെയാണ്. 2 ദൂതന്മാരാ പറയുക. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഇത് പറഞ്ഞത് ഒറ്റ ദൂതനാണ്. പക്ഷേ യേശു രണ്ടാമത് വരുമെന്ന് പറഞ്ഞത് 2 ദൂതന്മാരാണ്. ഒരാൾ പറഞ്ഞത് അങ്ങനെ നിറവേറിയെങ്കിൽ 2 പേരുടെ വാമൊഴിയാൽ ആ കാര്യം അധികം ഉറപ്പാകും എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 1-ന്റെ 11-ാം വാക്യം. ഇനി റോമാലേഖനം 13-ന്റെ 11-ാം വാക്യം നോക്കി. റോമർ 13-ന്റെ 11 പറയുന്നു, രാത്രി കഴിവാറായി, പകൽ ഏറ്റവും അടുത്തു. നാം വിശ്വസിച്ച സമയത്തേക്കാൾ നമ്മുടെ രക്ഷ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? അടുത്തിരിക്കുന്നു, അധികം അടുത്തിരിക്കുന്നു. ആ രക്ഷ ക്രിസ്തു യേശുവിൻ്റെ പുനരാഗമനത്തിൽ സംഭവിക്കുന്ന ശരീരത്തിൻ്റെ രക്ഷയാണ്. ആത്മാവിൻ്റെ രക്ഷ നാം പ്രാപിച്ചു, ദേഹിയുടെ രക്ഷ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ കൺവെൻഷൻ, ഓരോ സഭായവും, ഓരോ കാത്തിരിപ്പയോഗവും, ഓരോ ഉപവാസ പ്രാർത്ഥന, ഓരോ പഠനം, ഓരോ ധ്യാനം കഴിയുമ്പോഴും നമ്മുടെ ദേഹിയുടെ രക്ഷ നാം പ്രാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദേഹത്തിൻ്റെ രക്ഷയാണ് പുനരാഗമനത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അത് അടുത്തിരിക്കുന്നുവെന്നാണ് 13-ന്റെ 11-ാമത് വാക്യം നാം കാണുന്നത്. അടുത്ത വാക്യം ഏതാണെന്നറിയാമോ? 1 കൊരിന്ത്യർ 1-ന്റെ 8-ാം വാക്യം. മനസ്സിലായോ? അവൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾ ഒരു കുറ്റവുമില്ലാത്തവരായി ഇരിക്കേണ്ടതിനെന്നൊരു പ്രയോഗമുണ്ട്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 8-ാമത് വാക്യം. ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത
കാത്തിരിക്കുന്നു എന്ന് നമ്മോട് വായിക്കുന്നു. 1 കൊരിന്ത്യർ 1:8. അടുത്ത വാക്യം കേൾക്കണോ? 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനമഴിയും എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൻ്റെ അനുഗ്രഹീതമായ പ്രഖ്യാപനമാണ്. അതിൻ്റെ 5-10 വാക്യം നോക്കിക്കേ. നമ്മെല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. ഇവിടെ ചെയ്തത്, കൊടുത്തത്, കണ്ടത്, കേട്ടത്, കഴിച്ചത്, കുടിച്ചത്, മുട്ടിയത്, തട്ടിയത്, ഉരുമിയത്, ഒരഞ്ഞത്, ചാഞ്ഞത്, ചരിഞ്ഞത്, മനസ്സിലായോ? ഇതിനെല്ലാം കണക്ക് കൊടുത്തേ പറ്റൂ. ആരും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നോ? മനസ്സിലായോ? ക്യാമറ കണ്ണുകൾ പലതും പലയിടത്തും ഉണ്ട്. നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. ഇവിടെ ക്യാമറയുണ്ട് കേട്ടോ. അന്നേരം അടുത്ത് നിന്ന് ബുദ്ധിമാൻ പറയുക, ഇപ്പോൾ അതൊക്കെ സ്ഥാപിച്ചിട്ട് എത്ര കാലമായി, അതൊന്നും ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പം നമുക്കൊരു ധൈര്യം എങ്ങനെയുമാകാം. പക്ഷേ ഒരു ക്യാമറ കണ്ണുണ്ട്, മെയിൻ്റനൻസ് വേണ്ടാത്തത്. ആ കർത്താവിൻ്റെ ന്യായാസനത്തിൽ നമ്മൾ നിൽക്കേണ്ടി വരും. അത് പുനരാഗമനത്തെ നമുക്ക് ഉറപ്പ് തരുന്ന അനുഗ്രഹീത ഭാഗമാണ്. അടുത്ത വാക്യം, അടുത്ത പുസ്തകം ഏതാ? ഗലാത്യ ലേഖനം 5-ാമത് വാക്യം പറയുന്നു, ഭാവിയിൽ നിവർത്തിയാകേണ്ട പ്രത്യാശ. 5-ാം വാക്യം അങ്ങനെയാണ് പറയുക. അടുത്ത വാക്യമാണ് എഫെസ്യർ ലേഖനം. ഗലാത്യർ കഴിഞ്ഞ എഫെസ്യരല്ലേ? 4-30 വാക്യം. പരിശുദ്ധാത്മാവിന് എന്തോ ചെയ്യരുത്? അവനാലല്ലോ നിങ്ങളെ വീണ്ടെടുപ്പിൻ നാളിനാ എന്തോ ചെയ്തിരിക്കുന്നത്. ആ വീണ്ടെടുപ്പ് പുനരാഗമനത്തിൽ സംഭവിക്കേണ്ട വീണ്ടെടുപ്പാണ്. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാണ് നമ്മുടെ വീണ്ടെടുപ്പ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് എന്തോ ചെയ്യരുത്? പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ താളമുള്ള പാട്ട് പാടുമ്പോൾ അകത്ത് വന്നുണ്ടാക്കുന്ന ഒരു ആവേശമൊന്നുമല്ല പരിശുദ്ധാത്മാവ്. അത് നല്ല കാര്യമാണ്. പ്രൈസ് ആൻഡ് വർഷിപ്പിന് ആത്മാവിനെ നമുക്ക് ലഭിക്കപ്പെടുമ്പോൾ നമുക്കൊരാവേശമുണ്ട്, ഉണർവുണ്ട്, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ ജീവിതത്തിൻ്റെ നടപടികളെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. ആത്മാവ് ഒരിക്കലും ദുഃഖിക്കരുത്. പെന്തക്കോസ്ത് ജനത ആഴത്തിൽ അറിയേണ്ട ഒരു കാര്യമാണ്. വിശേഷിച്ച് യൂത്ത്സൊക്കെ അറിയണം. പഠനകാലത്തിലും ഉപരിപഠനകാലത്തിലും ഉപജീവനത്തിൻ്റെ കാലത്തിലും ശുശ്രൂഷകന്മാർ അറിയണം. ഏത് ശുശ്രൂഷയുടെ നിർവഹണത്തിലും ഔദ്യോഗിക സ്ഥാനങ്ങൾ അലങ്കരിക്കുമ്പോഴും ഒരു പ്രാദേശിക സഭയുടെ ശുശ്രൂഷകനായിരിക്കുമ്പോഴും ഉന്നതാധികാരികളായിരിക്കുമ്പോഴും ഓരോറ്റ കാര്യത്തിലും പരിശുദ്ധാത്മാവ് ദുഃഖിക്കരുത്. പരിശുദ്ധാത്മാവ് ദുഃഖിച്ചാലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? യെശയ്യാ പ്രവചനം 63-10 വാക്യം. യെശയ്യാ 63-10 എഫെസ്യർ 4-30 കൂടെ ഒരുമിച്ച് ചേർത്ത് പഠിക്കണം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ വീണ്ടെടുപ്പിൻ നാളിനായി നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത്. ദുഃഖിപ്പിച്ചാൽ എന്നാ കുഴപ്പം? യെശയ്യാ 63-10 പറയുന്നു, അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് ദൈവം അവർക്ക് ശത്രുവായി മാറി. അപ്പം ദൈവം നമ്മുടെ ശത്രുവായി മാറുന്നതിനൊരു കാരണമാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ. വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, കണ്ടോ, കൊടുക്കൽ വാങ്ങലുകൾ കൊണ്ട്, ദാമ്പത്യത്തിൽ, സാമ്പത്തികത്തിൽ, ശുശ്രൂഷാതലങ്ങളിൽ, സാമൂഹ്യ ജീവിതത്തിൽ, സഭാതലത്തിലൊന്നും പരിശുദ്ധാത്മാവ് ദുഃഖിക്കരുത്. എത്ര പേർക്ക് സ്വത്രം പറയാൻ പറ്റും? ജീവിതത്തെ ഒരു പുനഃവിചാരണ നടത്തണം. ഞാൻ നിമിത്തം പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം നമ്മുടെ ശത്രുവായി മാറും എന്ന കാര്യം മറക്കരുത്. ഓക്കെ, അടുത്ത പുസ്തകം ഫിലിപ്പിയർ ലേഖനമാണ്. 3-20 വാക്യം. സ്വർഗത്തിലെ നമ്മുടെ പൗരത്വം, അവിടെ നിന്ന് നമ്മുടെ കർത്താവ് വരുമെന്നാണ്. 3-20, 21 അതിൻ്റെ തുടർച്ചയാണ് എന്ന് നാം അറിയണം. അടുത്ത പുസ്തകം ഏതാ? കൊലോസ്യ ലേഖനമാണ്. 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നോക്കിക്കേ. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും ക്രിസ്തുവിനോടുകൂടെ തേജസ്സിൽ എന്തോ ചെയ്യും? ആ പ്രത്യാശയുള്ളവർക്ക് സ്വതന്ത്രം പറയാൻ പറ്റരുത്. ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ ഞാനും എന്തോ ചെയ്യും? കർത്താവിനോടൊപ്പം തേജസ്സിൽ ഉണ്ടാകുമെന്നുള്ളതാണ് കൊലോസ്യ ലേഖനത്തിൻ്റെ അനുഗ്രഹിത വാക്യം. അടുത്ത പുസ്തകം തെസ്സലോനിക്ക ലേഖനം, പറയാതറിയാമല്ലോ, 4-16. കർത്താവ് താൻ ഗംഭീരനാദം, പ്രധാന ദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളത്തോടുകൂടെ എവിടുന്ന് വരുമെന്ന സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. അതാണ് 1 തെസ്സലോനിക്ക ലേഖനത്തിലെ വാക്യം. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം. അവിടെ പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷത, അവൻ്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനം, ഇതെല്ലാം കർത്താവ് വരുമെന്നുള്ളതിൻ്റെ ഉറപ്പായിട്ട് ഏറ്റെടുത്തോണം. ഓരോ ലേഖനങ്ങളും അത് അങ്ങനെ ഗംഭീരമായി പറയുക. അടുത്ത പുസ്തകം ഏതാണെന്നറിയാമോ? 1 തിമോഥെയോസിൻ്റെ ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യം. 6-16 നോക്കിക്കണം. എന്താ പറയുകയെന്നറിയാമോ? താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. തക്ക സമയം, ആ വാക്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എപ്പോൾ വരും കർത്താവ്? തക്ക സമയം. നമ്മൾ പെന്തക്കോസ്തുകാർ ഉപയോഗിക്കുന്ന തക്ക സമയമല്ല. നമ്മൾ തക്ക സമയം, നമ്മൾ വരുന്നതാണ് നമ്മുടെ തക്ക സമയം.
10 മണിക്ക് സഭായം തുടങ്ങുമെങ്കിൽ 11:45 കയറി വന്ന പുള്ളിയും സാക്ഷ്യം പറയാൻ തക്ക സമയത്ത് വരുവാൻ ഇടയായി ഇതിന് തക്കതിൻ മണ്ണെന്നും പറഞ്ഞൊരു ഭാഷയുണ്ടല്ലോ നമുക്ക്. തക്ക സമയം എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കും. നമ്മൾ വന്നതാ നമ്മുടെ തക്ക സമയം. കർത്താവിൻ്റെ തക്ക സമയം അതല്ല. ഇൻ ഡ്യൂ ടൈം, ഇൻ റൈറ്റ് ടൈം, കുറിക്കപ്പെട്ട നേരത്തിലേ എന്ന് തമിഴ് ബൈബിൾ. കുറിക്കപ്പെട്ട ആരാ കുറിച്ചിട്ടിരിക്കുന്നത്? പിതാവ് കുറിച്ച ഒരു നേരമുണ്ട്. ആ നേരത്തിന് മാറ്റമില്ല. അതാണ് തക്ക സമയത്ത് പ്രത്യക്ഷനാകുമെന്ന് 6:16 വാക്യം. 2 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം. നീതിയുടെ ന്യായാധിപതിയായി കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും എന്ന് പൗലോസ് പറഞ്ഞിരിക്കുക. 4-ാം അധ്യായം 8-ാമത് വാക്യം. തീത്തോസിന്റെ ലേഖനം നോക്കിക്കേ. അടുത്ത തീത്തോസ് 2:12 വാക്യം. ഭാഗ്യകരമായ പ്രത്യാശയ്ക്ക് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷത. അപ്പോൾ യേശു എങ്ങനെ പ്രത്യക്ഷമാകാൻ പോകുന്നത്? തേജസ്സോടെ പ്രത്യക്ഷനാകാൻ പോകുക. മഹാദൈവമായതുകൊണ്ട് തേജസ്സോടെ പ്രത്യക്ഷനാകുന്നത് എന്ന് തീത്തോസിൻ്റെ ലേഖനം. അടുത്ത ലേഖനം ഫിലേമോൻ്റെ ലേഖനമാണ്. അതിനകത്ത് പുനരാഗമനത്തിൻ്റെ ചിന്തകൾ നൽകുന്ന വാക്യങ്ങളൊന്നുമില്ല ഫിലേമോൻ്റെ ലേഖനം. അടുത്ത ലേഖനത്തിലേക്ക് വരുമ്പോൾ യാക്കോബാണ്. 5-ാം അധ്യായം 7-ാം വാക്യം. കൃഷിക്കാരൻ തൻ്റെ കൃഷിഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ദീർഘക്ഷമയോടിരിക്കണം. 5-ന്റെ-7-ാമത് വാക്യം. അടുത്തത് യാക്കോബ് കഴിഞ്ഞാൽ 1 പത്രോസിൻ്റെ ലേഖനം 1-ന്റെ-13-ാം വാക്യം നോക്കിക്കേ. കർത്താവിൻ്റെ പ്രത്യക്ഷത അടുത്തിരിക്കുന്നത് കൊണ്ട് നാം മനസ്സുറപ്പിച്ച് നിർമ്മതരാകണം. 2 ക്വാളിറ്റി സഭയ്ക്ക് വേണം. ഒന്നെന്തോ ചെയ്യണമെന്നാ? മനസ്സുറപ്പിക്കണം, സമചിത്തതയുള്ളവരാകണം. അയ്യോ 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 എന്നും പറഞ്ഞ് നടക്കരുത്. വയ്യ 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 വയ്യെന്നും പറഞ്ഞ് നടക്കരുത്. ഇല്ല 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 ഇല്ലെന്നും പറഞ്ഞ് ഈ 3 വാക്കുകൾ കൺവെൻഷൻ കഴിയുമ്പോൾ പറിച്ച് എങ്ങോട്ടെങ്കിലും എറിഞ്ഞേക്കണം. ഇത് പറയാത്ത ഒരു ദിവസം ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. എന്താ കണ്ടില്ല? വയ്യായിരുന്നു പാസ്റ്റേ. ഇരിക്കുമ്പോൾ ഒരയ്യോ, എഴുന്നേൽക്കുമ്പോൾ ഒരയ്യോ, ചരിയുമ്പോൾ ഒരയ്യോ, നടക്കുമ്പോൾ ഒരയ്യോ, എഴുന്നേൽക്കുമ്പോൾ ഒരയ്യോ, ആകപ്പാടെ അയ്യോ അയ്യോ ഇല്ലാത്ത ഒറ്റ ദിവസവും ഇല്ല. ഒരു ദിവസം എത്ര പ്രാവശ്യം പറയും അയ്യോ അയ്യോ അയ്യോ? അതുപോലെ പറയുന്ന വേറൊരു പദമാണ് ഇല്ല. സുഖമുണ്ടോ? ഇല്ല. വല്ലതും കഴിച്ചോ? ഇല്ല. കാശുണ്ടോ? ഇല്ല. ആശുപത്രി പോയോ? ഇല്ല. മക്കളാരെങ്കിലും വിളിച്ചോ? ഇല്ല. പാസ്റ്റർ ഇതുവഴി വന്നായിരുന്നോ? ഇല്ലെന്നേ. കൺവെൻഷൻ നടക്കുക, നാൽക്കവലെ വരുന്നോ? ഇല്ല. എന്തോ ചോദിച്ചാലും ഇല്ലെന്നേ പറയുള്ളൂ. ഈ ഇല്ല ഇല്ല, വയ്യ വയ്യ, അയ്യോ അയ്യോ, ഇത് 3 കൂടെ വേരോടെ പിഴുത് കളയണം. കാരണം പത്രോസ് പറയുന്ന കർത്താവിൻ്റെ പ്രത്യക്ഷത അടുത്തിരിക്കുന്നത് കൊണ്ട് മനസ്സെന്തോ ചെയ്യണം? ഉറപ്പിക്കണം. കീശ കാശൊന്നും ഇല്ലായിരിക്കുക. റിയാലും ദീർഘവും ദറംസും ഡോളറും യൂറോയും പൗണ്ടും ഒന്നുമില്ല. മനസ്സിലായില്ലേ? പക്ഷേ എൻ്റെ കർത്താവ് സമ്പന്നനല്ല, മഹാസമ്പന്നനാണ്. എൻ്റെ കർത്താവിനെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല. വൈദ്യശാസ്ത്രം പറഞ്ഞു ഇനി ഒരു രക്ഷയില്ല. പക്ഷേ എൻ്റെ കർത്താവ് സൗഖ്യദായകനാണ്. നാളെ എന്തോ സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. നാളെ ഇവിടുത്തെ കൺവെൻഷന് വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നാളെ നേരം വിളിക്കുന്നതിന് പുലർകാല വെട്ടം എൻ്റെ മുറ്റത്ത് വരുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ എന്തോ സംഭവിക്കുമെന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല. അറിവില്ലായ്മകൾ ഒത്തിരിയുണ്ട്. പക്ഷെ അതിനകത്ത് തിളക്കമുള്ളൊരു അറിവുണ്ട്. എന്നെ വിളിച്ചതാരാ? എൻ്റെ കരം പിടിച്ചിരിക്കുന്ന ആരാ? എനിക്ക് വാഗ്ദത്തം തന്നതാരാ? ഇന്നയോളം എന്നെ പുലർത്തിയതാരാ? ആ അറിവ് എനിക്കുണ്ട്. ആ അറിവുള്ളവരെ കരം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അതുകൊണ്ട് ആ മനസ്സുറപ്പിക്കണം. അടുത്ത് പറയുന്നു നിർമ്മതരാകണം എന്ന് പറഞ്ഞാൽ വൈകാരിക വിദ്വേഷങ്ങളിൽ പകപിണക്കം, ധാർഷ്ട്യം, ധിക്കാരം, താൻപോരിമ, അഹന്ത, അഹങ്കാരം, വിമർശന, വിരോധ വിദ്വേഷങ്ങളിൽ ഒന്നും പെട്ടുപോകരുത്. നമ്മുടെ മനസ്സ് നിർമ്മതത്വമുള്ളതാകണം. അവസരത്തിൻ്റെ ആനുകൂല്യം ഒത്തുകിട്ടുമ്പോൾ പാപത്തിലേക്ക് മൂക്കുകുത്തിപ്പോകരുത്. നിർമ്മതത്വം വേണം. ഒരു കാരണവശാലും ഇന്ദ്രിയ വ്യവസ്ഥിതികളും മനസ്സും മനസാക്ഷിയും ശരീരത്തിൻ്റെ അനുഭവങ്ങളൊന്നും പാപത്തിന് പണയപ്പെട്ടു പോകാൻ പാടില്ല. ശക്തമായ നിർബന്ധങ്ങളും ശക്തമായ ആഹ്വാനങ്ങളും ശക്തമായ എന്തെങ്കിലുമൊക്കെ പ്രചോദനങ്ങളും കിട്ടാം. ആസക്തികളും തൃഷ്ണകളും നമ്മിലേക്ക് വരാം. പക്ഷേ നിർമ്മതത്വം സൂക്ഷിക്കണം. എത്ര പേർക്ക് സ്വത്രം പറയാൻ പറ്റും? ഇസ്രായേലിലെ ഗംഭീര അഭിഷക്തനായിരുന്നു ശിംശോൻ. അറിയാമോ? ശിംശോനെ പോലൊരു അഭിഷക്തനും ശിംശോനെ പോലൊരു കോമളനും വേറെ ഇല്ലായിരുന്നു. എന്നെ കോമളത്വം എന്നറിയാം. ഒരു സിംഹത്തെയൊക്കെ പിടിച്ച് കീറി 2ആയിട്ട് എറിഞ്ഞു കളഞ്ഞു. 300 കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാൽ ചേർത്ത് വെച്ച് കെട്ടി. ഒരു നഗരത്തിൻ്റെ കവാടം തന്നെ പിഴുതു പറിച്ചെടുത്ത് അക്കരെ മലയെക്കൊണ്ട് നാട്ടി. അന്നത്തെ പിള്ളേരുടെ മുമ്പിൽ ഹൈമാൻ, ഹീമാൻ, സൂപ്പർമാൻ, സ്പൈഡർമാൻ ആരായിരുന്നു? ശിംശോനായിരുന്നു. ഇന്ന് നമ്മൾ കോമിക്കിലൂടെ കാണുന്ന ഈ സൂപ്പർമാൻ്റെ സകല സംഗതികൾ ലൈവ് കണ്ടവരാണ് അന്നത്തെ ആളുകൾ. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കൂടെ ചേർത്ത് കോമളൻ എന്ന് പറഞ്ഞത്. പക്ഷെ നാട്ടിലുള്ള ഒരു വഴിതെറ്റിയ പെണ്ണും പിള്ളയുടെ കട്ടിലോട് ചേർത്ത് വെച്ച് കെട്ടിയപ്പോൾ കോമളൻ കോമാളിയായി മാറി. എത്ര പേർക്ക് മനസ്സിലായി? മലയാള ഡിക്ഷണറിയിൽ കോമളൻ എന്ന പദവും കോമാളി എന്ന പദവും വലിയ ദൂരെയല്ലാത്ത പദമാണ്.
എന്ന് പറഞ്ഞാൽ ഇന്ന് കോമളനായിരിക്കുന്ന ഒരുവൻ നാളെ കോമാളിയായി മാറും. അതാണിനും പെണ്ണിനും സംഭവിക്കുക. അതുകൊണ്ട് നിർമ്മതത്വം എന്ന പ്രയോഗം ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് ബോധ്യമായി? അപ്പോൾ പത്രോസ് പറയുന്നു, കർത്താവിൻ്റെ വരവെടുത്തു, അതുകൊണ്ട് നിർമ്മതത്വമുള്ളവരാകണം, മനസ്സുറപ്പിക്കണം, അലാഹമില്ലാതെ സമചിത്തതയോടെ നിൽക്കണം. 2 പത്രോസ് എന്താ പറയുന്നറിയോ? 3:9 വാക്യം. കർത്താവിൻ്റെ ദിവസം ആരെ പോലെ വരുമെന്ന? കള്ളനെ പോലെ വരും. കള്ളനെ പോലെ, കള്ളനായി വരുമെന്നല്ല. പിന്നെ 3 രീതികളുണ്ട്. 1 മണവാളനായി വരും, 2 യജമാനനായി വരും. ഓക്കെ, മണവാളനായി വരുമെന്നുള്ളത് 2 കൊരിന്ത്യർ ലേഖനം 11:2-3. നിങ്ങൾക്ക് ഏകപുരുഷനോട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് കർത്താവ് വരുന്നത് മണവാളനായിട്ടാണ്. മർക്കോസ് 13:35 പറയുന്നത്, സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴികൂന്നരുത്ത് രാവിലെയോ എപ്പോൾ യജമാനൻ വരുമെന്നറിയായി കൊണ്ട് എന്തോ ചെയ്യണം? ഉണർന്നിരിക്കണം. അപ്പം യജമാനനായി വരും, പിന്നെ മണവാളനായി വരും. പക്ഷേ ഇവിടെ പത്രോസ് പറയുന്നത് ആരെ പോലെ? കള്ളനായി വരുമെന്നല്ല, പിന്നെ കള്ളനെ പോലെ വരും. കള്ളൻ എന്തിനാ വരുന്നത്? മോഷ്ടിക്കാനാണെന്ന് നമുക്കറിയാം, അല്ല പിന്നെ കൂട്ടായ്മ കൂടാനാണ്. കള്ളം വരുന്ന മോഷ്ടിക്കാനാ. എന്തോ മോഷ്ടിക്കാനാണെന്നുള്ളതാണ് വിഷയം. വിലയേറിയത് മോഷ്ടിക്കാൻ. വക്ക് പൊളിഞ്ഞതും കാത് പോയതും ചളിങ്ങിയതും കിഴിഞ്ഞതുമായ പാത്രങ്ങളൊക്കെ വെളിക്കിടുമ്പോൾ ഏതെങ്കിലും കള്ളം കൊണ്ടുപോയിട്ടുണ്ടോ? ഒരു കള്ളനും വേണ്ടത് എന്ന് പറഞ്ഞാൽ കള്ളം വരുന്ന ആക്രി വെറുക്കാനല്ല. ആ പദം മറക്കരുത്. എന്തോന്നാ? ആക്രി വെറുക്കാൻ. കർത്താവ് വരുന്നത് ആക്രി വെറുക്കാനല്ല. പെന്തക്കോസിൽ 350 പ്രാവശ്യം വീണ് മൂക്കും മുറിഞ്ഞ് പല്ലും പോയി, കൃപയും നഷ്ടപ്പെട്ട് സാക്ഷ്യവും നഷ്ടപ്പെട്ട് ദേശത്ത് അപമാനമായ ഒരുത്തിയും പൊക്കാനല്ല കർത്താവ് വരുന്നത്. വിലപ്പെട്ടതകത്തുണ്ട്, വിലപ്പെട്ടത്, കേടുപറ്റാതെ പരിക്കുപറ്റാതെ ആത്മീയതയ്ക്ക് ദോഷം ഭവിക്കാതെ ദൈവവചനത്തിൻ്റെ തനത് സംസ്കാരത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിൽക്കുന്നവരെ ചേർക്കാനാണ്. അതാ കള്ളനെ പോലെ എന്ന് പറഞ്ഞിരിക്കുന്നത്. രാത്രി വരുമെന്നോ പകൽ വരുമെന്നോ മുന്നറിയിപ്പില്ലാതെ വരുമെന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. വിലയേറിയതിനെ ചേർക്കാൻ വരും. അപ്പോൾ ഒരു 3 ചിന്തകൾ ഞാൻ അവിടെ അങ്ങ് തരാം. ഓക്കെ, പിന്നെ എനിക്ക് അതിലേക്ക് പോകേണ്ടി വരികയില്ല. യജമാനനായി വരുന്നത് വിശ്വസ്തരെ ചേർക്കാനാണ്. ഏൽപ്പിച്ചതല്ല എന്തോ ചെയ്യണം? വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുക. യജമാനനായി വരുന്നത് വിശ്വസ്തരെ ചേർക്കാൻ, മണവാളനായി വരുന്നത് വിശുദ്ധരെ ചേർക്കാനാ. കള്ളനെ പോലെ വരുന്നത് വിലയുള്ളവരെ ചേർക്കാനാ. എത്ര വി കിട്ടി? 3 വി. 1 വിശുദ്ധരാകണം, 2 വിശ്വസ്തരാകണം, 3 എന്തോ ആകണം? വിലയുള്ളവരാ. എന്തോന്നാ വില? നമ്മുടെ വില എന്തോ വെച്ചാൽ തറവാടിൻ്റെ വിലയൊന്നുമല്ല, അപ്പൻ്റെ വിലയോ അമ്മാവിയപ്പൻ്റെ വിലയൊന്നുമല്ല, അങ്കിളിൻ്റെ വില ആൻറ്റിയുടെ വിലയൊന്നുമല്ല, ആളിയൻ്റെ വിലയൊന്നുമല്ല. നമ്മുടെ വില നിർമ്മലവും നിഷ്കളങ്കവും നിർദോഷവും കുറ്റമില്ലാത്തതും പുണ്യാഹവുമായ രക്തത്തിൻ്റെ വിലയാണ്. കർത്താവ് കാലുവരിയിൽ ചൊരിഞ്ഞ രക്തത്തിൻ്റെ വിലയാണ് നമ്മുടെ വില. ആ വില നഷ്ടപ്പെടാതെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്നവരെ ചേർക്കാൻ കർത്താവ് വരുന്നത്. ഗുഡ്. അതാണ് 2 കൊരിന്ത്യർ 3:9 വാക്യം. അടുത്ത വാക്യം കേൾക്കണോ? 1 യോഹന്നാന്റെ ലേഖനം 2:28 വാക്യം. കുഞ്ഞുങ്ങളെ, അവൻ്റെ പ്രത്യക്ഷതയിൽ നാം ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന്, അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. കണ്ടോ? എവിടെ വസിക്കണം? അപ്പോൾ ആരാ കയറി പോകുന്നത്? കർത്താവ് വിൽ, നോട്ട് വിത്ത് ഹിം ബട്ട് ഇൻ ഹിം. കർത്താവ് വിൽ വസിക്കണം, കർത്താവിനോട് കൂടെയല്ല. കർത്താവ് വിൽ ആണെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ആ ആശയം മനസ്സിലാക്കണേ, ആഴത്തിൽ മനസ്സിലാക്കണം. കർത്താവിനോട് കൂടെയല്ല, പിന്നെ കർത്താവ് വിൽ വസിക്കണം ഇൻ ക്രൈസ്റ്റ്. ലേഖനങ്ങൾ മുഴുവനും പഠിച്ചു നോക്കി. കർത്താവ് വിൽ, പ്രിയനായവനിൽ, ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ എന്നൊക്കെ പറയുന്ന ആ ഇൽ പ്രയോഗം മലയാളത്തിൽ, ഇൻ ക്രൈസ്റ്റ്, ഇൻ ലോർഡ്, ഇൻ ജീസസ്, ഇൻ ക്രൈസ്റ്റ് ജീസസ് എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിൽ അതിനകത്തെല്ലാം ഇൻ ക്രൈസ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു സസ്യത്തിൻ്റെ വേര് മണ്ണിൽ ആയിരിക്കുന്നത് പോലെ, ഒരു മത്സ്യം വെള്ളത്തിൽ ആയിരിക്കുന്നത് പോലെ, ഒരു ഗർഭസ്ഥ ശിശു തൻ്റെ അമ്മയുടെ ഉദരത്തിലെ ഗർഭപാത്രത്തിൽ ആയിരിക്കുന്നത് പോലെയാ രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതൽ ക്രിസ്തുവിലായിരിക്കുന്നു. എത്ര പേർക്ക് മനസ്സിലായി? 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക. ഓ, അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നു നമ്മൾ. എത്രയാ? അതിന് ചുമ്മാതെ 10 മാസം എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ലേ? 9 മാസം 9 ദിവസം 9 നാഴിക. അത് ഇവർ റൗണ്ട് ഫിഗർ ആക്കിയാണ് പറയുന്നത്. 10 മാസം ഞാൻ നിന്നെ ചുമന്നാണെന്ന്. ആയിക്കോട്ടെ, 10 മാസം പിണക്കണ്ട. അമ്മമാരൊരു പുണ്യമല്ലേ, പിണക്കണ്ടവർ. നിങ്ങൾ 10 മാസവും ചുമന്നു. ഞങ്ങളിൽ പല ബിരുദന്മാരും അല്പം കൂടെ കഴിഞ്ഞാൽ പിന്നെയും വന്നത്. അതിൻ്റെ നമ്പരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അതിനകത്ത് കഴിഞ്ഞ അത്രയും കാലം നമ്മൾ കരഞ്ഞില്ല, വിയർത്തില്ല, യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു. പരീക്ഷയുടെ ടെൻഷൻ ഉണ്ടായിരുന്നു, SLC പരീക്ഷ എന്നോ വാടക കൊടുക്കേണ്ട ടെൻഷൻ ഉണ്ടായിരുന്നു.
ഒരു ടെൻഷനും ഇല്ലായിരുന്നു, ഒരു ടെൻഷനും ഇല്ല. ചിക്കൻ ഗുനിയുടെ ടെൻഷനില്ല, മറ്റ് മാരക രോഗങ്ങൾ യാതൊന്നിൻ്റെയും ടെൻഷനില്ലാതെ കരഞ്ഞിട്ടേ ഇല്ല അതിനകത്ത്. അവിടുന്ന് പുറത്തിറങ്ങിയ അന്ന് മുതൽ തുടങ്ങിയ കരച്ചില്ല, ഇതുവരെ തീർന്നിട്ടുണ്ടോ? അതാണ് ഗർഭപാത്രത്തിൽ ഉള്ള ആ അവസ്ഥയുണ്ടല്ലോ, അതൊന്ന് അത് ഓർക്കാൻ നമുക്ക് ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ. നല്ല കാലമൊന്നും നമുക്ക് ഓർമ്മയില്ല, അതിന് ശേഷമുള്ള ഓർമ്മയല്ലേ ഉള്ളൂ. ആ കാലത്തിൽ നമ്മൾ അനുഭവിച്ച സുഖമുണ്ടല്ലോ, അതാണ് ക്രിസ്തുവിലായിരിക്കുന്നവൻ്റെ മനോഭാവം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അതാണ് വിത്ത് ക്രൈസ്റ്റ് അല്ല പപ്പ, ഇൻ ക്രൈസ്റ്റ് ആണ്. ക്രിസ്തുവിൽ. ഗെത്സമന തോട്ടത്തിൽ യേശുവിൻ്റെ കൂടെയായിരുന്നു ഈ ശിഷ്യന്മാരെല്ലാവരും, യേശുവിൻ്റെ കൂടെയായിരുന്നു. അതുകൊണ്ടാണ് ഇറങ്ങി ഓടിയത്. പന്തവും കുന്തവും വാളും വട്ടിയും ഒക്കെ കണ്ടപ്പോൾ യേശുവിനെ ഒറ്റയ്ക്കാക്കി അവരെല്ലാം ഓടി. മനസ്സിലായില്ലേ? പക്ഷേ ഒരുവൻ പറയുന്നു, ആപത്തോ വാളോ നഗ്നതയോ സങ്കടമോ ഉയരത്തിനുള്ളതോ ആഴത്തിനുള്ളതോ വന്നതോ വരാനുള്ളതോ ദൂതന്മാരോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ക്രിസ്തുവിൽ നിന്ന് എന്നെ വേർപെടുത്താൻ കഴിയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെയല്ല. നിൻ്റെ വാള് കണ്ട്, നിൻ്റെ കൊരവ കണ്ട്, നിൻ്റെ ആക്രോശം കണ്ട്, നിൻ്റെ ആക്രന്ദനം കണ്ടിട്ട്, നീ പള്ളി പൊളിക്കാൻ നീട്ടിക്കൊണ്ടുവരുന്ന JCBയുടെ നീളം കൈ കണ്ടിട്ട്, നിൻ്റെ ഏതെങ്കിലും സമരപരിപാടി കണ്ടിട്ട്, നിൻ്റെ പുതിയ ബില്ലിൻ്റെ അവതരണം കണ്ടിട്ടൊന്നും യേശുവിൽ നിന്ന് എന്നെ മാറ്റാൻ കഴിയത്തില്ല. ഞാൻ അവൻ്റെ കൂടെയല്ല, ഞാൻ യേശുവിൽ ആണ്. ആ ബോധ്യമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആ കരം അടിച്ചെന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. ഞാൻ യേശുവിൽ. യെസ്, ശബരദന ഹംദരാദന. യേശുവിൽ എന്നുള്ള ആത്മബന്ധ ലയനം. ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലും. എം ഇ ചെറിയാച്ചൻ സാർ നമ്മളെ കൊണ്ട് പാടിച്ചതാണ്. ഞാനിനി അവനിലും അവനിനി. ആ ലയന ബന്ധത്തെ അകറ്റാൻ ആർക്കും പറ്റത്തില്ല. ഒരു രാഷ്ട്രീയ നേതാക്കന്മാർക്കും പറ്റില്ല, ഒരു മതബോധനത്തിനും പറ്റത്തില്ല, ഒരു ദാർശനിക പ്രബോധനങ്ങൾ സൈദ്ധാന്തികവും ബൗദ്ധികവുമായ ഒന്നിനും പറ്റത്തില്ല. മാറി മാറി വരുന്ന ഒരു ഗവൺമെൻറ്റിനും പറ്റില്ല ക്രിസ്തുവിൽ നമ്മെ വേർപെടുത്താൻ. ഹല്ലേലൂയ. ആ അവസ്ഥയിൽ നിൽക്കണമെന്നുള്ളത് 1 യോഹന്നാൻ ലേഖനം 2:28 വാക്യം നമ്മെ പ്രബോധിപ്പിക്കും. അടുത്തത് 2-ാം ലേഖനവും 3-ാം ലേഖനവും യോഹന്നാൻ്റെ ഈ 2 ലേഖനങ്ങൾ, കുഞ്ഞു ലേഖനങ്ങൾ. അതിനകത്ത് പുനരാഗമനത്തിൻ്റെ പ്രതീക്ഷയില്ല. അടുത്ത പുസ്തകമാണ് യൂദായുടെ ലേഖനം. യൂദ 14-15 വാക്യം നോക്കിക്കേ. ഇതാ ആദം മുതൽ 7-ാമനായ ഹാനോക്ക് പ്രവചിച്ച പ്രവചന സൂക്തത്തെ ഇവിടെ യൂദ എടുത്തുദ്ധരിക്കുന്നു. പത്രോസിനോ പൗലോസിനോ യാക്കോബിനോ യോഹന്നാനോ കിട്ടാത്ത ഇൻഫർമേഷൻ യൂദായ്ക്ക് കിട്ടുന്നു. ഏകാധ്യായ ലേഖനം എഴുതിയ യൂദായ്ക്ക് കിട്ടുകയാണ്. ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് പറയുന്നു, ഇതാവൻ 1000 വിശുദ്ധന്മാരുമായി വരുന്നു. യൂദായുടെ ലേഖനത്തിൽ പുനരാഗമനത്തിൻ്റെ വരവിൻ്റെ ഉറപ്പ് നമുക്ക് തരിക. അടുത്ത പുസ്തകം ഏതാ? വെളിപ്പാട്. വെളിപ്പാട് മൊത്തം വരവല്ലേ? സ്തോത്രം. അതിൻ്റെ 22-20 വാക്യം നോക്കി. ഇതാ ഞാൻ വേഗം വരുന്നു. ആ വേഗം എന്നുള്ള പദത്തിനടിയിൽ വരവ് കൊടുക്കണം. ഈ വരവ് വേഗമാക്കാൻ ആഗ്രഹം ആർക്കാണെന്നറിയാവോ? കർത്താവിനാ. നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറയുമ്പോൾ കർത്താവേ വേഗം വരണമേ എന്നല്ല സഭ പറയുന്നത്, വരണമേ എന്നേ പറയുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ വേഗം വന്നില്ലെങ്കിലും കുഴപ്പമില്ല, വന്നാൽ മതി, കുറച്ചാളൂടെ ഞങ്ങൾ ഇവിടെയൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യട്ടെ എന്നൊക്കെ പറയാം. ആ വേഗം വരണമേ. ഇന്ന് സഭായം കഴിയുമ്പോഴും അതൊക്കെ തന്നെയാണല്ലോ. നാളെ ശ്രദ്ധിച്ചോണേ, സഭായം കഴിയുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ആശീർവാദം പറയുമ്പോൾ ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമെന്ന് കുറച്ച് പേരേ പറയത്തുള്ളൂ. ചിലർ വരണമെന്നേ പറയുള്ളൂ, ചിലർ മിണ്ടുന്നു പോലുമില്ല. കർത്താവ് ഇപ്പോഴെങ്ങും വന്ന് കുഴപ്പമുണ്ടാക്കല്ലേ, ചെറുക്കൻ അങ്ങോട്ട് പോയതേ ഉള്ളൂ, കാശൊക്കെ അയക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, പിന്നെ ആദായമൊക്കെ എടുത്ത് തുടങ്ങിയതേ ഉള്ളൂ. ഈ കൊറോണയൊക്കെ മാറിക്കഴിഞ്ഞുള്ള ആ ഒരു 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 പുനർനിർമ്മാണത്തിലേക്കൊക്കെ ഞങ്ങൾ വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോഴെങ്ങും എന്തോ ചെയ്യരുത്, അങ്ങനെ താല്പര്യമുള്ളവരുണ്ട്. പക്ഷേ എൻ്റെ കർത്താവ് ഇന്ന് തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ വേഗം ഞാൻ വരുന്നു എന്ന് കർത്താവ് പറയുന്ന വാക്യമാണ് 22-20. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പുതിയ നിയമത്തിലെ 3 പുസ്തകങ്ങൾ ഒഴികെ ബാക്കി എല്ലാറ്റിലും വരവൊരു വിശേഷമായ വിഷയമാണ്. ഇത് ഉറപ്പായി വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഓക്കെ, അടുത്ത 2-ാമത്തെ കുറിപ്പിലേക്ക് ഞാൻ. അപ്പോൾ വരവ്, കർത്താവ് വരുമെന്നുള്ളത് ഉറപ്പായവർ എത്ര പേരുണ്ട് ഇന്ന് രാത്രിയിൽ? ഈ വാക്യങ്ങളുടെ അകമ്പടിയോടുകൂടെ കർത്താവ് വരുമെന്ന് ഉറപ്പിക്കാം. അടുത്തത് വരാൻ പോകുന്നവൻ്റെ മഹത്വം എന്താണെന്നാണ് പറയാൻ പോവുക. വരാൻ പോകുന്നവൻ്റെ മഹത്വം, വരവ് നിർവഹിക്കാൻ പോകുന്ന നമ്മുടെ കർത്താവാണ്. ഈ കർത്താവിന് മഹത്വം, 2 മഹത്വമുണ്ട്. ആ 2 മഹത്വം പഠിച്ചോണം. ഒന്ന് മനുഷ്യത്വത്തിൻ്റെ മഹത്വം, 2 ദൈവത്വത്തിൻ്റെ മഹത്വം. ക്രിസ്തുവുമായിട്ട് ആത്മബന്ധം സ്ഥാപിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട 2 പ്രധാന കാര്യങ്ങളാണ്. ക്രിസ്തുവിൻ്റെ മഹത്വം, ഒന്ന് മനുഷ്യത്വത്തിൻ്റെ മഹത്വം, 2
ദൈവത്വത്തിൻ്റെ മഹത്വം. വരാനുള്ളവൻ സാധാരണക്കാരനല്ല, മനുഷ്യത്വത്തിൽ മഹത്വമുള്ളവനാണ്. ഉറക്കെ പറയണം, നീട്ടിപ്പരത്തി പറയണം ആ ചിന്തകൾ. കേട്ടോണേ, ഇന്ന് രാത്രി മനുഷ്യത്വത്തിൻ്റെ മഹത്വത്തെ ഞാൻ പറയാം. ഇന്ത്യയുടെ എല്ലാ ഇടങ്ങളിലും, ലോകത്തിൻ്റെ സകല ഇടങ്ങളിലും, സകല നാൽക്കവലകളിലും, ഇടവഴിയിലും പെരുവഴിയിലും മുക്കവലകളിലും നിന്ന് പറയാൻ അവസരം കിട്ടിയാൽ ഞങ്ങൾ ഉറക്കെ പാടുന്നതും പറയുന്നതും യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ മഹത്വമാണ്. മഹത്വത്തെ രണ്ടായി തിരിക്കുക. ഒന്ന് മനുഷ്യത്വത്തിൻ്റെ മഹത്വം, രണ്ട് ദൈവത്വത്തിൻ്റെ മഹത്വം. അങ്ങനെ തന്നെ ഓർത്തിരുന്നോണം. മനുഷ്യത്വത്തിൻ്റെ മഹത്വത്തിന് ഞാൻ ചില വാക്യങ്ങൾ അങ്ങോട്ട് തരാം, കുറിച്ചോണം. ഒരിക്കലും അത് നെഞ്ചകത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത്. ഓർമ്മ മണ്ഡലത്തിൽ തിളക്കമായി സൂക്ഷിക്കണം. ആരെയും നാം സേവിക്കുക, ആരെ നാം ആരാധിക്കുക, ആരെ നാം ആശ്രയിക്കുക, ആരെ നാം അറിയുന്നത്, ആരാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സഖി, ആരാണ് നമുക്കൊപ്പമുള്ളത് ഈ ജീവിത വഴിത്താരയിൽ. യേശുവിനെ നാം വെറുതെ അറിഞ്ഞപ്പോര്, ഒരു മതഗുരുവായി, ഒരു നേതാവായി മാത്രം അറിഞ്ഞപ്പോര്, യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ആ ഔന്നത്യം പോരാ, യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഉത്തുംഗ പ്രതാപം എന്താണെന്ന് നമ്മൾ അറിയണം. ഞാൻ വാക്യം പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. വായിക്കാൻ മിടുമിടുക്കുകളും മിടുമിടുക്കന്മാരും ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. പിന്നെ നാൽക്കവലയല്ലേ, പൂയപ്പള്ളിയല്ലേ, ഒത്തിരി പേരുണ്ട് മിടുമിടുക്കുള്ളവർ. പക്ഷേ ഞാൻ ഈ വാക്യങ്ങളൊന്നും വായിപ്പിക്കാതെ മുമ്പോട്ട് പോകുന്നത് സമയം ലാഭിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാനിതങ്ങ് പറഞ്ഞു വിടുന്നത് നിങ്ങൾ കുറിച്ചോണം. യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ മഹത്വത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, വേറെ ആർക്കും പറയാനില്ലാത്ത, ആദം മുതൽ ഇന്ന് വരെ ഭൂമിയിൽ ജനിച്ച ഒരൊറ്റ മനുഷ്യനും പറയാനില്ലാത്ത ഒരു മഹത്വം യേശുവിനുണ്ട്. അതെന്താണെന്നറിയാമോ? 1 യോഹന്നാന്റെ ലേഖനം 3:5 വാക്യമാണ്. 1 യോഹന്നാൻ 3:5, അവനിൽ പാപം ഇല്ല. ഓ, ആ വാക്യത്തിന് ഇത്രയും വലിയ മൗനം നാൽക്കവലയിലേ ഉള്ളൂ. വേറെ കേരളത്തിൽ എവിടെല്ലാം ഞാൻ ആ വാക്യം പറഞ്ഞിട്ടുണ്ടോ ശക്തമായ ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ട്. ഈ വാക്യം ഞാനിവിടെ പറഞ്ഞിട്ട് ഇത്രയും ജനം ഇവിടെ മിണ്ടാതിരുന്ന് കളഞ്ഞു, ഒരു സ്വോത്രം പോലും ആരും പറഞ്ഞില്ലെന്ന് ഞാൻ വേറെ എങ്ങും പോയി പറയാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ഞാൻ അങ്ങനെ പോയി പറഞ്ഞ ആ നാൽക്കവലക്കാരെ ഒന്ന് കാണണമല്ലോ എന്നും പറഞ്ഞ ആളുകൾ ഇവിടെ വണ്ടിയും വിളിച്ച് വരും നിങ്ങളെ കാണാൻ. ആ വാക്യത്തിൻ്റെ ആധികാരികത കേട്ടോ. 1 യോഹന്നാൻ 3:5, അവനിൽ എന്തോ ഇല്ലെന്ന്, പാപമില്ല. ആ വാക്യത്തിൻ്റെ ആധികാരികത കേൾക്കണം. ആ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെ, പാപങ്ങളെ നീക്കേണ്ടതിന് അവൻ വന്നു. പാപത്തെ നീക്കാൻ വന്നവൻ്റെ പ്രത്യേകത അവനിൽ പാപമില്ലെന്നുള്ളതാണ്. അതുകൊണ്ട് യേശുവിന് മാത്രമേ പാപപരിഹാരം വരുത്താൻ കഴിയൂ. ഇതാണ് ഞങ്ങളുടെ സുവിശേഷം. ഉറക്ക പ്രഖ്യാപനം ചെയ്യുന്ന സുവിശേഷം ഇത്. ഞങ്ങളുടെ പാട്ടുകളുടെ വരികൾ ശ്രദ്ധിച്ചോ? കുഞ്ഞുമോളടക്കം പാടിയത് കേട്ടോ? എൻ്റെ ഹൃദയം നിന്നില, എൻ്റെ മനസ്സ് നിന്നില, ക്രിസ്തുവേ അങ്ങയിലാണ് എല്ലാം എന്നൊക്കെ പറഞ്ഞ് പാടാനുള്ള അഭിനിവേശം എന്താണെന്നറിയാമോ? പാപത്തിൻ്റെ പരിഹാരകൻ നിഷ്പാപിയാണ്. പാപമില്ലാത്തവന് മാത്രമേ പാപപരിഹാരം വരുത്താൻ കഴിയുള്ളൂ. അതാണ് സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾ കാണിക്കുന്ന ഈ ഒരുമാതിരി തണ്ടേടം. അല്ലാതെ സായിപ്പ് കാശ് തരുന്നൊന്നുമല്ല. സായിപ്പിനിപ്പോൾ കാശ് ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുക, മനസ്സിലായില്ലേ? സായിപ്പിൻ്റെ കാശും വേറെ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യമൊന്നുമല്ല. സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾ കാണിക്കുന്ന ഈ നെഞ്ചുറപ്പ് യേശു പാപമില്ലാത്തവനായതുകൊണ്ട്. അങ്ങനെ വേറൊരുവനുണ്ടെങ്കിൽ പറ, അങ്ങനെ ഒരാളില്ലെന്നാ ചരിത്രം ഇന്ന് വരെ തെളിയിച്ചുള്ളത്. പാപിയായി ജനിച്ചവര്, പാപത്തിൽ അകമഴിഞ്ഞ് ജീവിച്ചവരും, പാപത്തിൻ്റെ കുറ്റിരുട്ടിൽ തപ്പിത്തടഞ്ഞവരും, അന്ധവിശ്വാസം, അനാചാരം, അബദ്ധജടിലമായ ഉപദേശ സംഹിതകളിൽ ആയിപ്പോയവരാ മുഴുവൻ ആളുകളും. പക്ഷെ പാപമില്ലാത്ത ഒരുവന് ഇന്ന് രാത്രി ഞങ്ങളിവിടെ ഉയർത്തുന്നു. അവൻ്റെ പേരാ ക്രിസ്തുയേശു. അടുത്ത വാക്യം കേൾക്കണോ? 1 യോഹന്നാൻ 3:5 മറക്കല്ലേ. ക്രിസ്ത്യാനിത്വത്തിൻ്റെ മകൾ വേദ സത്യമാണ്. എന്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ പുറകെ ഇത്ര വാളും വടിയും ഉണ്ടായിട്ടും, ഇത്ര ആക്രോശങ്ങളും ആക്രന്ദനങ്ങളും ഉണ്ടായിട്ടും, ഇത്ര മതങ്ങളുടെ ഗർജനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും യേശു 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 എന്ന് പറഞ്ഞ് പിന്നാലെ കൂടുന്നതിൻ്റെ കാരണം എന്താ? പ്രചോദനത്തിൻ്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ പറയണം. 1 യോഹന്നാൻ 3:5, എൻ്റെ യേശു പാപമില്ലാത്തവനാ. അടുത്തൊരു വാക്യം തരാം. 1 പത്രോസ് 2:22 വാക്യം. 1 പത്രോസ് 2:22 എന്താ പറഞ്ഞിരിക്കുന്ന അറിയാമോ? അവൻ പാപമൊന്നും ചെയ്തിട്ടില്ല. സോദരം, യേശു പാപം ചെയ്തിട്ടുള്ളവരാ എല്ലാവരും. പക്ഷെ കർത്താവിനെ കുറിച്ച് പറയുന്നു, അവൻ എന്ത് ചെയ്തിട്ടില്ല? 33 വർഷം ഈ പാർത്തലത്തിൽ ജീവിച്ചു. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരുടെ കൂടെ, നല്ല കുഞ്ഞുങ്ങളുടെ കൂടെ, നല്ല സുന്ദരിമാരായ സ്ത്രീകളോടൊപ്പം ജീവിച്ചു യേശു. പൊതുജനങ്ങളോടൊപ്പം മുട്ടിത്തട്ടി ഒരുമി ഉരഞ്ഞ് നടന്നു യേശു. ബേത്സയിദയിലും ബേത്ഫാഗയിലും ബഥാന്യയിലും ഖാനാവിലും, ആലയത്തിൻ്റെ തിരുമുറ്റത്ത് കഫർനഹൂമിലും, നസറേത്തിൻ്റെ തെരുവീതികളിലും, യെരൂശലേം പട്ടണത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും പദയാത്ര ചെയ്ത് മൈലുകൾ താണ്ടി യാത്ര ചെയ്തു യേശു. പക്ഷേ
പാപം ചെയ്തില്ല. അതാ യേശുവിൻ്റെ മഹത്വം. സ്തോത്രം, സ്തോത്രം. അവസരം അനുകൂലമായി ഒത്തുകിട്ടുമ്പോൾ പാപത്തിലേക്ക് മൂക്കുകുത്തി പോകുന്ന ആത്മീയർ എത്ര പേരുണ്ടെന്നറിയാമോ? വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും പാപത്തിൻ്റെ അക്ഷരക്കൂട്ടുകളായി മാറുന്ന എത്ര പേരുണ്ടെന്നറിയാമോ? അവസരം അനുകൂലമായി ഒത്തുകിട്ടിയാൽ പകർത്തിവിടുന്ന ചിത്രങ്ങളിൽ പോലും പാപത്തിൻ്റെ ദംശനമുണ്ടെന്ന്. പക്ഷെ ഒരുവനിവിടെ 33 വർഷം ജീവിച്ചു പാപം ചെയ്യാതെ. എത്ര പേർക്ക് മഹത്വത്തോടെ ആ മഹത്വത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ പറ്റും? യേശു പാപമില്ലാത്തവനാ, അപ്പം തന്നെ പാപം ചെയ്തിട്ടില്ലാത്തവനാ. ആ 22 താഴോട്ട് വായിക്കുമ്പോൾ അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലായിരുന്നു എന്ന് കാണുന്നുണ്ട്. ആ വാക്യം മറക്കരുത്, 2:22 വാക്യം. മൂന്നാമതൊരു വാക്യം ഞാൻ തരട്ടെ. മൂന്നാമത്തെ വാക്യം 2 കൊരിന്ത്യർ ലേഖനം 5:21. 2 കൊരിന്ത്യർ 5:21 പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ പാപമൊന്നും അറിഞ്ഞില്ല. യേശു പാപം എന്ത് ചെയ്തിട്ടില്ല? അറിഞ്ഞിട്ടില്ല. ആ വാക്യത്തിൻ്റെ ആധികാരികത മനസ്സിലാക്കണം. എന്നെ തൊട്ട് താഴെ വായിക്കുന്നു, അവനെ നാം ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി അവനെ എന്തോ ആക്കി? പാപമാക്കി. ഗത്സമനയുടെ പച്ചമണ്ണിൽ വീണ് കിടന്നതും പിടിച്ചെഴുന്നേപ്പിച്ച് അറസ്റ്റ് ചെയ്ത് നടത്തിക്കൊണ്ടുപോയതും വിസ്താര മണ്ഡപങ്ങൾ വഴി വിസ്താരം നടത്തിയതും പുറമടി ചുഴവുചാല് പോലെ കീറിയതും തല തല്ലി പൊളിച്ചതും മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയതും മുഖത്ത് തല്ലിയതും ഭാവിയായതുകൊണ്ടല്ല, നമ്മുടെ പാപം അവൻ്റെ മേൽ ഏൽപ്പിച്ചതുകൊണ്ടാണ്. ഇത് ഓർക്കണം നാം. നമ്മുടെ ധാർഷ്ട്യവും ധിക്കാരവും അഹന്തയും അഹങ്കാരവും ആമ്പട ഞാനെന്നുള്ള പരുവത്തിലുള്ള നമ്മുടെ ഇടപാടുമൊക്കെ അവസാനിപ്പിക്കണമെങ്കിൽ യേശു പാപി അല്ലെങ്കിലും നമുക്ക് വേണ്ടി അനുഭവിച്ച വ്യഥകളെ ഓർക്കണം. നൽക്കവലയോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. മുഖത്ത് തുപ്പിയിട്ടാണോ അടിച്ചത്, അടിച്ചിട്ടാണോ തുപ്പിയത്? യേശുവിൻ്റെ മുഖത്ത് തുപ്പിയിട്ട് അവരടിച്ചോ, അടിച്ചിട്ട് തുപ്പിയോ? തുപ്പിയിട്ട് അടിച്ചു. അടിക്കുന്നവൻ്റെ കയ്യെ പറ്റത്തില്ല. എന്നേരം ഒരാളല്ല തുപ്പിയത്, ഒത്തിരി പേരാ തുപ്പിയത്. വെറുതെ ഉമിനീര് കൊണ്ട് തുപ്പുമായിരുന്നില്ല, കാട്ടക്കഫം അകത്തു നിന്നെടുത്തിട്ട് വെറുപ്പിൻ്റെ തുപ്പലല്ലേ അങ്ങനെ തുപ്പിയത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തുപ്പിയിട്ട് ആരെങ്കിലും പിന്നെ അടിക്കുമോ? അപ്പോൾ അടിക്കാനുള്ളവരുടെ എല്ലാം അടി കഴിഞ്ഞിട്ടായിരിക്കും എന്തോ ഇത്. അങ്ങനെ ചിന്തിക്കണ്ട. മത്തായി 26:67 വാക്യത്തിൽ മത്തായി പറയുന്നു, അവൻ്റെ മുഖത്ത് തുപ്പി, മുഖത്തടിച്ചു. തുപ്പിയിട്ടടിച്ചു എന്നാണ് മത്തായി പറയുക. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ അടിച്ചവരുടെ എല്ലാം കയ്യെ പറ്റുമല്ലോ, വല്ലവൻ്റെ തുപ്പൽ കയ്യെ പറ്റാൻ ആരാ തുനിയുന്നേ? അവിടെയാണ് മീഖ പ്രവചനം 5:1 വാക്യം അർത്ഥപൂർണ്ണമാകുന്നത്. മീഖ 5:1 മറക്കരുത്. മീഖയുടെ വാക്യം. മീഖ എവിടെ താമസിക്കുന്നതൊക്കെ അറിയാവോ? മീഖയുടെ വീട്ടിലേക്കുള്ള വഴി അറിയാവോ? ചെറിയ പ്രവാചകന്മാരുടെ ഇടയിൽ ഒരു നാൽക്കവലയുണ്ട്, അവിടെയാണ് മീഖയുടെ വീട്. 5:1 വാക്യം പഠിക്കണം. 5:1 എന്താ പറയുന്നത് അറിയാമോ? ഇസ്രായേലിന്റെ ന്യായാധിപതി അവർ വാട്ടികൊണ്ട് ചകിട്ടത്തടിച്ചു. എന്തുകൊണ്ടാണ് അടിച്ച്? ദൈവം തൻ്റെ പ്രവാചകൻ, വിശ്വസ്ത പ്രവാചകന് കൊടുത്ത പ്രവചന നിരീക്ഷണ നാളിലൂടെ താൻ നോക്കിയപ്പോൾ കണ്ടത് തൻ്റെ പരിശുദ്ധനെ വടികൊണ്ടടിക്കുന്നത്. വടികൊണ്ടടിക്കാൻ കാരണം എന്താ? നിങ്ങളെ മുഖത്ത് തൊപ്പി വെച്ചേക്കുക, കൈ കൊണ്ടടിച്ചാൽ കയ്യെ പറ്റും. അതുകൊണ്ട് വഴി കിടന്ന ഒരു മുണ്ടത്തടി കിട്ടി അതെടുത്ത് വെച്ച് പെരുമാറുകയായിരുന്നു. ആരാ? പാപിയല്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമറിയാത്തവൻ. അഭിഷക്ത ദൈവദാസന്മാർ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരുടെ കൈ വിറയ്ക്കുന്നേ. വാർദ്ധക്യം കൊണ്ടല്ല, ശുശ്രൂഷയിൽ പരിചയമില്ലാത്തത് കൊണ്ടല്ല, യേശു അനുഭവിച്ച കുരിശിലെ സഹനത്യാഗങ്ങളെ ഓർക്കുമ്പോൾ നെഞ്ചകം പിടയുമ്പോഴാണ് കൈവിറയ്ക്കുന്നത്. അങ്ങനെ നുറുക്കിക്കൊണ്ടുവരുന്ന വീഞ്ഞുകളെ, നുറുക്കുകളെ വാങ്ങി കഴിക്കുന്നത് ചുമ്മാ ബേക്കറിയിൽ നിന്ന് ബന്ന് കഴിക്കുന്ന പോലെ ആകരുത്. ഉള്ളിലൊരു നെഞ്ചകം പിടയണം. പാപമില്ലാത്തവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടപ്പോൾ അനുഭവിച്ച വ്യഥകളുടെ ഒരു ആഴമാണ് അവിടെ കാണുന്നത്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ യേശുവിൻ്റെ മുഖത്ത് അവർ അടിച്ചത് എന്തുകൊണ്ടാണ്? വടി കൊണ്ടാണ് അടിച്ചത്. 5:1 മറക്കരുത്. മീഖ 5:1. ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ അവർ വടികൊണ്ട് എവിടെ അടിച്ചെന്നാ? ഈ കൈകൊണ്ട് തന്നെ ചകിട്ടത്തടിച്ചാൽ കവളിങ്ങനെ വീർത്ത് വരത്തില്ലേ? 5 വിരലും പതിയത്തില്ലേ? വല്ലാത്തൊരു തിണിർപ്പുണ്ടാകത്തില്ല. അപ്പോൾ വടി കൊണ്ടടിച്ചാലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് പോയി. കവളെല്ലാം പൊട്ടിപ്പോവും, അണപ്പല്ല സെറ്റോടെ തകർന്നു പോവും. ഈ മസിൽസ് ഉണ്ടല്ലോ, സോഫ്റ്റ് ടിഷ്യൂസാണ്. ഇത് വടി കൊണ്ട് അടി, ഒരടിയല്ല, ഇഷ്ടം പോലെ അടി. ഇത് കൊള്ളുമ്പം വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറും. ആ വടിയുടെ അറ്റമങ്ങാണ് കാതിൽ കൊണ്ടാലുണ്ടല്ലോ കർണപടം പൊട്ടിപ്പോവും, കണ്ണിൽ കൊണ്ടാൽ കൺമണി കലങ്ങിപ്പോവും. മനസ്സിലായോ? ഇത് യേശു അനുഭവിച്ചു.
ഈ അടികൊണ്ട് യേശുവിൻ്റെ മുഖം തിണർത്തു വീങ്ങി. അതുകൊണ്ട് വേറൊരു പ്രവാചകൻ പറയുന്നത്, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ. കണ്ടാൽ ആളല്ല, ഒരു മാംസപിണ്ഡം മാതിരി, കണ്ണെല്ലാം ചുമന്നൊരു മാതിരി വല്ലാതെയായി, ചുറ്റുവട്ടത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയാത്ത വിധം, ബദിരനെ പോലെ, എൻ്റെ ദാസനെ പോലെ കുരുടനാരാ, എൻ്റെ ദാസനെ പോലെ ബദിരനാരാ. അതിൻ്റെയൊക്കെ ആശയങ്ങളുടെ ആഴങ്ങൾ പഠിക്കണം. പാപി അല്ലെങ്കിലും നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ട ക്രിസ്തു. ഇതെല്ലാം കൂടെ ഓർത്താൽ ആർക്കാ ഒരുമാതിരി ഞാൻ എന്ന ഭാവത്തിൽ നിൽക്കാൻ പറ്റും? വിനയം, എളിമ, താഴ്മ, സൗമ്യത, വിധേയത്വം, വിനീത വിധേയത്വം ഒക്കെ വേണം. അതൊക്കെ ദൈവസഭയുടെ സംസ്കാരമാണ്. അതിലേക്ക് നമ്മൾ വന്നേ പറ്റൂ. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ മഹത്വമാണ്. എന്താ? 3 കാര്യം പറഞ്ഞു. ഏതൊക്കെ? പാപം, പാപി അല്ല, പാപം ചെയ്തിട്ടില്ല, പാപം അറിഞ്ഞിട്ടില്ല. 30 വെള്ളിക്കാശിന് വിറ്റ് കാശാക്കി യൂദാച്ചൻ പറഞ്ഞ ഒരു ഒറ്റവരി സുവിശേഷം ഉണ്ടറിയാമോ? ഒറ്റവരി സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്തുവാ? മത്തായി എഴുതിയ സുവിശേഷ ഗ്രന്ഥത്തിന് 28 അധ്യായം ഉണ്ട് മോനെ. മർക്കോസ് എഴുതിയതിന് എത്ര ഉണ്ട്? 16 അധ്യായമുണ്ട്. ലൂക്കോസ് എഴുതിയതിന് എത്ര ഉണ്ട്? 24 അധ്യായമുണ്ട്. യോഹന്നാൻ എഴുതിയതിന് എത്ര ഉണ്ട്? 21. അങ്ങനെ ചോദ്യം പ്രതീക്ഷിച്ചില്ലല്ലേ? സ്വത്രം. പുസ്തകങ്ങൾക്ക് എത്ര അധ്യായം ഉണ്ടെന്നും കൂടെ പഠിക്കണം. നമ്മൾ പഠിച്ചില്ല പിന്നെ ഇത് ആര് പഠിക്കാനാ? പാപ്പച്ചനും കറിയാച്ചനും അന്നമ്മയും ചിന്നമ്മയും ജോശാമ്മയും മേഴ്സിയും ഷൈനിയും പഠിച്ചില്ലെങ്കിൽ ഗോപിയും ശശിയും രമണിയും പഠിക്കുമോ? ഇത് നമ്മളല്ലേ ചോദിച്ചു നടക്കുന്നത്. ലൈല ബീബിയും ലത്തീഫും അബ്ദുൾ റഹ്മാനും റസാഖും ഒക്കെ അപ്പുറത്തുണ്ട്. അവർക്കിത് വേണ്ട. പാപ്പച്ചനും അറിയത്തില്ല, അന്നമ്മയ്ക്കും അറിയത്തില്ല, ചിന്നമ്മയ്ക്കും അറിയത്തില്ല. ആകെപ്പാടെ അറിയാവുന്ന 400 കന്യഭാഷ മാത്രം. വേദപുസ്തകം ഓരോ പുസ്തകത്തിൽ എത്ര അധ്യായം ഉണ്ടെന്ന് പഠിച്ചോണം. മത്തായി 28 അധ്യായം, മർക്കോസ് 16 അധ്യായം, ലൂക്കോസ് 21 അധ്യായം, 24 അധ്യായം, യോഹന്നാൻ 21 അധ്യായം കുറിച്ചു വെച്ചിട്ടുണ്ട്. യൂദ ഒറ്റ വരി സുവിശേഷം പറയുന്നു. ഒറ്റ വരിയേ ഉള്ളൂ. ആ ഒരു വരി എന്താണെന്നറിയാമോ? ഒറ്റ വരി സുവിശേഷം. അതാണ് മത്തായി 27-ന്റെ 4-ാം വാക്യം. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. അത് മതിയില്ലേ യേശു ആരാണെന്ന് പറയാൻ? യൂദായോട് എനിക്ക് പ്രത്യേക പ്രണയമൊന്നുമില്ല, പക്ഷേ ആ ഒറ്റ വരി സുവിശേഷത്തെ ഞാൻ ആദരിക്കുന്നു. ഞാൻ ആരെ കാണിച്ചു കൊടുത്തെന്ന? കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. ഇനി ഒരു ഒറ്റവരി സുവിശേഷമുണ്ട്, 27-ാം അധ്യായം. യേശു ആരാണ്? യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ മഹത്വം അറിയാൻ പീലാത്തോസിൻ്റെ ഭാര്യ. പീലാത്തോസിന് ബോധമില്ല, ഭാര്യയ്ക്ക് ഭയങ്കര ബോധമാണ്. അതുകൊണ്ടാണ് 27-ന്റെ 19-ാം വാക്യം. ഒന്നിൽ അച്ഛന് ബോധം വേണം, അല്ലെ അമ്മാമയ്ക്ക് ബോധം വേണം. രണ്ടുപേർക്കൂടെ ബോധമില്ലാതായാലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. മനസ്സിലായോ? രണ്ടുപേർക്കും ബോധം ഇല്ലാതാകരുത്, രണ്ടുപേർക്കും ബോധം ഉണ്ടാകുകയും ചെയ്യരുത്. ഈ ബോധം കൂടെ കൂട്ടിമുട്ടിയാൽ ഭയങ്കര കുഴപ്പമാകും. ബോധമില്ലായ്മയും ബോധമില്ലായ്മയും കൂടെ കൂട്ടിമുട്ടിയാലും ഭയങ്കര പ്രശ്നമാകും. അതുകൊണ്ട് ഒരാൾക്ക് എന്തോ വേണം. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് എന്തോന്ന് എനിക്കറിയാം. എനിക്കാണോ ബോധം അതോ അച്ചായനാണോ എന്നുള്ളതാണ്. അത് വീട്ടിൽ ചെന്ന് തീരുമാനിച്ചിട്ട് ഒരു കാര്യത്തിലെത്തിയാൽ മതി. ഞാൻ പറഞ്ഞ വസ്തുത മനസ്സിലാകണം. പീലാത്തോസിന് എന്തോ ഇല്ല, ബോധമില്ല. പീലാത്തോസിൻ്റെ ഭാര്യയ്ക്ക് എന്തോ ഉണ്ട്, ബോധമുണ്ട്. അതാണ് 19-ാം വാക്യം. ആ നീതിമാന്റെ രക്തത്തിൽ നിങ്ങൾ എന്തോ ചെയ്യരുത്. അപ്പോൾ യേശു ആരാന്നാ അവൾ പറയുന്നത്? ഓ, എന്നെ സാക്ഷ്യമാണെന്ന് നോക്കി. ഈ ബോധം ആർക്ക് കിട്ടിയില്ല? ഇയ്യോബിന് ഭയങ്കര ബോധം, ഇയ്യോബിൻ്റെ ഭാര്യയ്ക്ക് എന്തോ ഇല്ല. അതുകൊണ്ട് അയ്യോ പറയാം, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ. നാബാലിന് ബോധമില്ല, നാബാലിൻ്റെ ഭാര്യ അബീഗലിന് എന്തോ ഉണ്ട്, ബോധമുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട് വേദോസം. നിങ്ങൾ പിന്നെ ബാക്കി തിരഞ്ഞെടുത്താൽ മതി. ഓക്കെ. വേദോസം കാണിച്ചു തരുന്ന ദാമ്പത്യ ബന്ധത്തിനകത്ത് ഒരാൾക്ക് ബോധമുണ്ട്, ഒരാൾക്ക് എന്തോ ഇല്ല, ബോധം ഇല്ല. അതാണ് എൻ്റെ സംഗതി. ഓക്കെ, പോട്ടെ. അപ്പോൾ ഇവിടെ പീലാത്തോസിൻ്റെ ഭാര്യ പറയുന്ന ഒരു ഒറ്റ വരി സുവിശേഷം ഗംഭീരമാണ്. ആ നീതിമാന്റെ രക്തത്തിൽ 27-ന്റെ 54-ാം വാക്യം നോക്കിക്കേ. അവിടെ പറയുന്നത് ഇങ്ങനെയാ, ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു. ആരുടെ സാക്ഷ്യമാണ്? ഒറ്റവരി സുവിശേഷം, ശതാധിപൻ്റെ ഒറ്റവരി സുവിശേഷം. അപ്പം 6 വാക്യങ്ങൾ ഞാൻ തന്നില്ലേ? 27-ാം അധ്യായത്തിലെ 3 വാക്യങ്ങൾ, പത്രോസിൻ്റെ ലേഖനത്തിലൊരു വാക്യം, യോഹന്നാൻ്റെ ലേഖനത്തിലൊരു വാക്യം, പൗലുസിൻ്റെ കൊരിന്ത്യ ലേഖനത്തിലൊരു വാക്യം. ഈ 6 വാക്യങ്ങൾക്കും കൂടെ മറ്റൊരു വാക്യം കൂടെ തരാം. ലൂക്കോസ് 23-ന്റെ 42-ാമത് വാക്യം. ലൂക്കോസ് 23:42 കൂടെ ക്രൂശിച്ച കള്ളൻ പറയുകയാണ്. ഏത് വശത്ത് കിടന്ന കള്ളനാണെന്നും ബൈബിൾ പറയുന്നില്ല. ഏതോ വശത്ത് കിടന്ന കള്ളൻ പറയുന്നു. ചിലർ പറയുന്നു ഇടത് കള്ളനെ, ചിലർ പറയുന്നു വലതുപക്ഷക്കാർ അങ്ങനെ വിശ്വസിച്ചോ, ഇടതുപക്ഷക്കാർ ഇങ്ങനെ വിശ്വസിച്ചോ, എനിക്കൊരു പക്ഷത്തും ചേരാൻ പറ്റുന്നില്ല. വേദപുസ്തകം ബൈബിളികമായി തെളിവില്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഏതോ ഒരു വശത്ത് കിടന്ന കള്ളൻ പറയുന്നു ഇവൻ രാജാവാണ്, മടങ്ങി വരേണ്ടവനാ. മടങ്ങി വരുമ്പോൾ എന്നെയും കൂടെ എന്തോ ചെയ്യണേ? ഓ, യേശുവിനെ കുറിച്ചുള്ള ഭയങ്കര കാഴ്ചപ്പാടാണ്. രാജത്വം പ്രാപിച്ച്, മുമ്പേ ഞാൻ പറഞ്ഞ പോലെ, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ഒരു മാംസപിണ്ഡം പോലെ 3 ആണിമേൽ തൂങ്ങിക്കിടക്കുന്നവൻ്റെ മുഖത്ത് നോക്കി ചോര കണ്ട് പേടിക്കുകയല്ല കള്ളൻ. ആ മുഖത്തെ എല്ലാവിധമായ വൈകൃതങ്ങളും അവൻ നോക്കി കണ്ടിട്ട്
അവൻ പറയുന്നു, ഞാൻ ഈ രക്തവും ഈ കണ്ണ് തുറിച്ചു നിൽക്കുന്നതും കവളത്ത് അടികൊണ്ട് തീർത്തു വിങ്ങിയതൊന്നും അല്ല ഞാൻ കാണുന്നത്. അവൻ്റെ മുഖത്തൊരു രാജപ്രൗഢി ഞാൻ കാണുന്നുണ്ട്. ആ കാഴ്ചപ്പാട് കിട്ടി എത്ര പേരുണ്ട് ഇന്ന് രാത്രിയിൽ? യേശുവിനെ നോക്കുമ്പോൾ കാണുന്നതും യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ കാണുന്ന രണ്ടാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനം 3:1 പറയുന്നത്, മഹാപുരോഹിതനായ യേശുവിനെ എങ്ങനെ നോക്കണം? ശ്രദ്ധിച്ചു നോക്കണം. ശിഷ്യന്മാർ പോലും വെറുതെ നോക്കിയിട്ട് പറയുന്ന ഭൂതമാണ്. ഇവിടുത്തെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൻ്റെ സഖാക്കന്മാർ യേശുവിനെ നോക്കിയിട്ട് പറയുന്നു, യേശു ഞങ്ങളുടെ ഒരു സഖാവാണെന്നാണ്, അല്ലേ? പലരും അങ്ങനെ പറയുന്നു. മതത്തിൻ്റെ നേതാവ്, മതഗുരുവാണെന്നൊക്കെ പലരും പറയുന്നുണ്ട്. അന്നുള്ളവർ പറഞ്ഞത് ഇവൻ ആശാരിപ്പണിക്കാരനാണ്, നസറേത്തിൽ നിന്ന് വന്ന മരപ്പണിക്കാരനാണ്. ചിലർ പറഞ്ഞത് ഇവൻ വേശ്യാപുത്രനാണ്. വേറെ ചിലർ പറഞ്ഞത് ഇവൻ ബേൽസബൂലാണ്. അവരൊക്കെ നോക്കിയിട്ട് പറഞ്ഞതാ. പക്ഷെ ശ്രദ്ധിച്ചു നോക്കിയിട്ട് ഒരുവൻ പറയുന്നു, ഇവൻ രാജാവാണ്, രാജാവായി മടങ്ങി വരേണ്ടവൻ. മടങ്ങി വരുമ്പോൾ ഇവനിൽ വിശ്വസിച്ചവർക്ക് ഒരു പുനരുത്ഥാനമുണ്ട്. അന്നേരം എനിക്കും കൂടെ പ്രവേശിക്കാൻ പറ്റും. ഹല്ലേലൂയ! യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ മഹത്വമാണ് പറഞ്ഞത്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ച് ഈ വാക്യങ്ങളെ എല്ലാം കൂടെ കോർത്തിണക്കി ഒന്നിച്ചാക്കാൻ പറ്റുന്ന ഒരൊറ്റ വാക്യം കൂടെ തരാം. അതേതെന്നറിയാമോ? അത് യോഹന്നാന്റെ സുവിശേഷം 8:46 വാക്യമാണ്. യേശുവിൻ്റെ മൊഴിയാണ്. യേശുവിൻ്റെ ഔന്നത്യത്തെക്കുറിച്ച്, യേശുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് യേശു തന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണ് 8:46. പണ്ടൊരു കാലത്ത് സൺഡേ സ്കൂൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹൃദയത്തിലേക്ക് ചെക്കേറിയ ഒരു വാക്യമാണ്. സൺഡേ സ്കൂൾ പഠിപ്പിച്ച ഒരു അപ്പച്ചൻ ഈ വാക്യത്തെ കണ്ണുനീരോടെ പറഞ്ഞപ്പോൾ അന്നാണ് യേശു ചങ്കിൽ തുളച്ചു കയറിയത്. മനസ്സിലാകുന്നുണ്ടോ? യേശുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്തത് ആ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന എനിക്ക് സൺഡേ ക്ലാസ്സിൽ വെച്ച് ലഭിക്കപ്പെട്ടൊരു ആത്മിക ദർശനമാണ്. ആ വാക്യമാണ് 8:46. നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? ഈ ചോദ്യം ചോദിച്ച ഒരേ ഒരുവൻ യേശു മാത്രമേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് തുടക്കത്തിൽ പറഞ്ഞത് യേശു മാത്രം. ഏകരക്ഷകൻ, ഏക കർത്താവ്, ഏക ദൈവം, ഏക അവതാരം, ഏക ആരാധ്യൻ, ഏക മധ്യസ്ഥൻ എന്നൊക്കെ ഏക എന്ന പദം ചേർത്ത് പറയാൻ കാരണം ഈ ഒരൊറ്റ ചോദ്യം ചോദിച്ചത് യേശു മാത്രമാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ടതിൽ? നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം എന്ന് ചോദിക്കുന്ന ചോദ്യം. ഇതെല്ലാം യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ മഹത്വമാണെന്ന് കേട്ടവർക്കായി, കുറിച്ചവർക്കായി, ഗ്രഹിച്ചവർക്കായി സ്തോത്രം ചെയ്യണം. അടുത്ത സമയം മുൻപോട്ട് അതിദ്രുതം പോകുന്നല്ലോ. അടുത്ത ചിന്ത ഞാൻ പറയും, യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം. എത്ര പേർക്ക് താല്പര്യമുണ്ട് കേൾക്കാൻ? അതിനിടയ്ക്ക് സ്വോത്രാഴ്ച ഉണ്ടോ എന്ന് ചോദിച്ചതാണ്. സ്വോത്രാഴ്ച കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിരുന്ന് ഇങ്ങനെ വല്ലാതെ വിഷമിക്കുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. ഓക്കെ, യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം ഗംഭീര പഠനമാണ്. ദൈവത്വത്തിൻ്റെ മഹത്വം. എത്ര പേർക്ക് താല്പര്യമുണ്ട് അത് കേൾക്കാൻ? യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യേശു ദൈവമല്ലായിരുന്നെങ്കിൽ യേശുവിനെ പാടാനും പ്രസംഗിക്കാനും ഞങ്ങളാരും ഇറങ്ങുമായിരുന്നില്ല. പാടിയ യുവചേതനകളെ കണ്ടോ? ഈ കുരുന്നടക്കം ഇവിടെ പാടിയത് യേശുവിനെയാ. അബദ്ധം പറ്റിയതുകൊണ്ടല്ല, ഒരു മതത്തിൻ്റെ വക്താക്കളായി നിന്നുകൊണ്ട് വെറുതെ പുലമ്പുന്നതല്ല. യേശു ഹൃദയത്തിൽ അനുഭവിച്ചത് കൊണ്ടാണ്. അത് യേശുവിൻ്റെ മനുഷ്യത്വം മാത്രമല്ല, യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള വെളിപ്പാടാണ്. മനസ്സിലാക്കിക്കൊള്ളണം. അത് യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പറയാം. വാക്യങ്ങൾ മറന്നു പോകരുത്. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ വാക്യങ്ങൾ ഉച്ചൈസ്തരം പറയണം. പ്രതിയോഗിയായവൻ കേൾക്കണം അടുത്ത് നിന്ന്. യേശുവിനെക്കുറിച്ചുള്ള ശക്തമായ ദൈവത്വ വിചാരങ്ങൾ അകത്ത് കയറിയൊരു വിശ്വാസിയാണ് പണി ഇവിടെ നടക്കത്തില്ലെന്ന് പിശാചിന് മനസ്സിലാവും. നമ്മുടെ വാക്യവും നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സാക്ഷ്യം എല്ലാം ഒരുമാതിരി പരാധീനതയുടെ പഞ്ഞം പറച്ചിലിൻ്റെ ആയതുകൊണ്ടാണ് പിശാചി പിന്നെയും കയറി തോണ്ടുന്നത്. അറിയാവോ? കഴിഞ്ഞ ആഴ്ച മുതൽ വെട്ടി വിളിച്ച് കരയുക, മൂക്കളം ചീറ്റി സാക്ഷ്യത്തിന് എഴുന്നേറ്റ് നിൽക്കുക. കഴിഞ്ഞ ആഴ്ച മുതൽ ഒരാഴ്ചത്തെ സാക്ഷ്യം പറയാൻ എഴുന്നേപ്പിച്ചിരുന്നു. ഇപ്പോൾ എത്ര ആഴ്ചയായി? 3 ആഴ്ചയായി. കഴിഞ്ഞ ആഴ്ച മുതൽ ഏങ്ങലടിയും ബഹളവും കരച്ചിലുമാണ്. അപ്പോൾ ഏതാണ്ട് വലിയ കാര്യം പറയാനാണെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന കാര്യം, അവൻ എന്നെ എടുത്തിട്ട് കുടഞ്ഞു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആര് കുടഞ്ഞു? പിശാചേ, സാത്താൻ. ദേശത്തെ അന്ധകാര ശക്തി എന്നെ എടുത്തിട്ട് കുടഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് പറയുന്ന വാക്യം അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആരുടെ നാമം? ഭാഷയിൽ ഒരു ഗുണമില്ലാത്ത ആകപ്പാടെ ചതച്ച് വാരി മലയാള ഭാഷയെ കൊല വിളിക്കുന്ന ഒരുമാതിരി സാക്ഷ്യം. അതൊന്നുമല്ല സാക്ഷ്യം. സാത്താൻ കുടഞ്ഞ കാര്യവും നമ്മൾ വീണുപോയ കാര്യവും ഒന്നുമല്ല സാക്ഷ്യം. എൻ്റെ അപ്പൻ്റെ ആടുകളെയും കൊണ്ട് ഞാൻ ഒരിക്കലും വനാന്തരത്തിലായിരുന്നു. ഒരിക്കലൊരു കരടി വന്നു, മറ്റൊരിക്കൽ ഒരു സിംഹം വന്നു. നമ്മളായിരുന്നു എന്നെ പറഞ്ഞേനെ. അതിൻ്റെ മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ ദൈവം എൻ്റെ കാലുകൾക്ക് മാൻപയുടെ കാലിന് തുല്യമാക്കി കൃപ നൽകി. ഓടിയ കഥയാണ് നമ്മൾ പറയുന്നത്. ദാവീദ് പറഞ്ഞ സാക്ഷ്യം എന്താണെന്നറിയാം? ഞാൻ ഒന്നിനെ ആട്ടിച്ചു കൊന്നു, മറ്റൊന്നിനെ എന്തോ ചെയ്തു?
കീറിക്കളഞ്ഞു. കാരണം എന്താണെന്നറിയാം, ഈ ആടിനെയും കൊണ്ട് തിരിച്ച് വൈകിട്ട് അവിടെ ചെല്ലുമ്പം അപ്പനിങ്ങനെ മോനെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ, ഇല്ല പപ്പ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴും അപ്പൻ മിടുക്കനല്ലേ, മാനക്കണക്കുകൊണ്ട് ഓരോ ആടും കൂട്ടിലേക്ക് കയറുമ്പോൾ പുള്ളി എണ്ണ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതറിയാം ദാവീദിന്, ഈശായിയുടെ ആ കച്ചവട തന്ത്രം അറിയാമോ. ചെറുക്കൻ്റെ രാവിലെ കൊടുത്തു വിട്ട് ആടെല്ലാം തിരിച്ചു വന്നോന്നറിയാൻ പുള്ളി മോനോട് സംസാരിക്കുമ്പോഴും കൃത്യമായി കണക്കെടുത്തുകൊണ്ടിരിക്കുക. ആ കണക്കിൽ ഒരെണ്ണം പിഴവ് വന്ന കുഴപ്പമാണ്. അതുകൊണ്ട് കരടി ആക്രമിക്കാൻ വന്നിട്ട്, സിംഹം ആക്രമിക്കാൻ വന്നിട്ടും ഉത്തരവാദിത്വത്തോടെ അതിനെ എതിർപ്പെട്ട് അതിൻ്റെ കോമ്പലിൽ കൊരുക്കാവുന്ന ആടിനെ തിരിച്ച് അപ്പൻ്റെ കൈ കൊണ്ട് കൊടുത്ത് അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം, ജയത്തിൻ്റെ സാക്ഷ്യം ദാവീദിന് പറയാനുണ്ട്. ഈ സാക്ഷ്യം കൊണ്ട് വേണം എഴുന്നേക്കാൻ. അല്ലാതെ രോഗമായിരുന്നു, പീഡയായിരുന്നു, സാത്താൻ്റെ കയ്യിലായിരുന്നു എന്നൊന്നും പറയാൻ എഴുന്നേക്കരുത്. അവിടെ ഇരുന്നോണം. ബാക്കിയുള്ളവരെയും കൂടെ വല്ലാതെ വിഷമിപ്പിക്കരുത്. മനസ്സിലായില്ലോ? അയ്യോ തങ്കമാമയ്ക്ക് അങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ കാര്യം പറയണമെന്ന്. പാട്ട് തുടങ്ങി രണ്ടാമത്തെ വരി മുതൽ പിടിക്കാൻ 16 പേര് വേണം. ആരാധിച്ച് വെളി തെറിച്ച് പൊക്കളയും. ആ പുള്ളിക്കാരിക്ക് ഇങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ കാര്യം പറയണോ? അതുകൊണ്ട് സാക്ഷ്യത്തിന് എഴുന്നേരുന്ന് കരയാനാണെങ്കിൽ പൊന്നുടയോരെ അവിടെ ഇരുന്നോണം. ജയത്തിൻ്റെ സാക്ഷ്യം പറയണം. ഇവിടുത്തെ സാക്ഷ്യം നാളെ ഒന്ന് കേട്ടാൽ എനിക്ക് കൊള്ളാക്കൊന്നും എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ നിൽക്കാൻ നിർവാഹമില്ല. രാത്രി തന്നെ ഓടിപ്പോകണമല്ലോ എനിക്ക്. സ്വോത്രം. സാക്ഷ്യം ജയത്തിൻ്റെതാകണം. ജയത്തിൻ്റെ സാക്ഷ്യം പറയാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സാക്ഷ്യത്തിൽ പരാധീനതകൾ ഉണ്ടാകരുത്, പഞ്ഞം പറയരുത്. പ്രാർത്ഥിക്കുന്നതിനകത്ത് ധൈര്യമായിട്ട്. അപ്പോൾ അതിന് കൂടെ പറയാൻ കൊള്ളാവുന്ന അനുഗ്രഹീതമായി ദൈവത്വ വിചാരങ്ങൾ കുറേ വാക്യങ്ങൾ കൊണ്ടുതരാം. യേശു ദൈവമാണ് എന്നുള്ള ആഴമേറിയ പഠനമാകതാൻ വരാൻ പോകുന്നവൻ ദൈവമാണെന്ന് മനസ്സിലായോ? യേശു വരും, യേശു വരും, യേശു വരുന്നേ പൊന്ന്, യേശു വരുന്നതെന്നൊക്കെ നമ്മൾ പാടി യേശു വരുന്നു എന്ന് മാത്രം ഒരു ചിന്ത ഉള്ളിലും കൊണ്ടടക്കുക. പക്ഷെ ആരാ വരാൻ പോകുന്നതെന്നറിയോ? തീത്തോസ് 2:11 ഞാൻ പറഞ്ഞു, മഹാദൈവമാ വരുന്നേ. ആരാ വരാൻ പോകുന്നേ? അപ്പോൾ യേശു എങ്ങനെയുള്ള ദൈവമാണ്? ഒത്തിരി ദൈവങ്ങളെ താങ്കൾ കണ്ടിട്ടുണ്ടാകാം. ഉദ്ദിഷ്ട കാര്യങ്ങളുടെ നിർവഹണത്തിന് വേണ്ടി പലവിധ ശക്തികൾ ആവാഹിക്കപ്പെട്ട ഒത്തിരി ദൈവങ്ങളെ താങ്കൾ കണ്ടിട്ടുണ്ടാകാം. പക്ഷേ ഇന്ന് രാത്രി ഞങ്ങളിവിടെ ഈ പള്ളിമുറ്റത്തൊരു ദൈവത്തെ ഉയർത്തുന്നവൻ്റെ പേര് മഹാദൈവമെന്നാണ്. മഹാദൈവത്തിൻ്റെ പ്രത്യേകത, താങ്കളുടെ ഒന്നിലധികം കാര്യങ്ങൾ, 1000 കാര്യങ്ങൾ ഉണ്ടാകട്ടെ, അതിനെല്ലാം പരിഹാരം തരാൻ കഴിയുന്ന ഒരൊറ്റ ദൈവം. പ്രായപൂർത്തിയായ മോളുടെ കല്യാണം നടത്തണമെങ്കിൽ ഒരു ദൈവം അവിടെ. മനസ്സിലായി? വിദ്യാഭ്യാസം പിള്ളേരുടെ നന്നാക്കി നടത്തണമെങ്കിൽ വേറൊരു ദൈവം അപ്പുറത്ത്. ശരീരദണ്ഡനങ്ങൾ മാറ്റാൻ വേറൊരു ദൈവം. മനസ്സിലായോ? ഈ പറമ്പിലെ ആദായങ്ങൾ മൊണ്ടരി ബാധിച്ച്, മുഞ്ഞ ബാധിച്ച്, തണ്ടുതുരപ്പൻ ബാധിച്ച് നഷ്ടപ്പെട്ടാൽ അതിന് കാവൽ കാക്കാൻ വേറൊരു ദൈവം അപ്പുറത്ത്. കോഴിയാട്, താറാവ്, പോത്ത്, എരുമ ഇതിനെല്ലാം സംരക്ഷിക്കുന്ന വേറൊരു ദൈവം അപ്പുറത്ത്. ഇതിനെല്ലാം അപ്പുറത്ത് അയൽവക്കക്കാരൻ നമുക്കിട്ട് പാരമണി അവൻ്റെ തല ഇടുത്തി വീഴാൻ വേറൊരു ദൈവം അപ്പുറത്ത്. ശത്രു സംഹാരത്തിന് ഇങ്ങനെ 156 കാര്യങ്ങൾക്ക് പലയിടങ്ങളിലേക്ക് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഓടുന്ന സഹജീവികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മനുഷ്യൻ അനുഭവിക്കുന്ന മുഴുകാര്യങ്ങൾക്ക് പരിഹാരം തരാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ പേരുണ്ട്. ബൈബിൾ തരുന്നു, അവൻ മഹാദൈവം. എത്ര പേര് വിശ്വസിക്കുന്നു? അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പറയണം, മഹാദൈവമായ ഞങ്ങളുടെ കർത്താവേ, ഓ അങ്ങ് മഹാദൈവമായതിനായി സ്തോത്രം. ഈ മഹാദൈവത്തെ ആരാധിപ്പാൻ എനിക്ക് ഭാഗ്യം തന്നതിനായി സ്തോത്രം. അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ മഹാകാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ദൈവത്തിൻ്റെ പേരാ മഹാകാര്യം. ഇന്ന് നടക്കാതെ പോയി എന്നും പറഞ്ഞ് വേവലാതിക്കൊണ്ട് നടക്കരുത്. ഒരു മഹാദൈവമുണ്ട് കാര്യങ്ങളെ നടത്തിത്തരാൻ കഴിയുന്നവർ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. യേശു മഹാദൈവം. തീത്തോസ് 2:12 അത് റഫറൻസ് ആക്കി ഇത് ഓർത്തിരിക്കണം. യേശു എങ്ങനെയുള്ള ദൈവമാ? മഹാദൈവമാ. കുഞ്ഞുങ്ങളൊക്കെ ഓർത്തോണം. മോനെ, പപ്പയുടെ കാശ് കൊണ്ടല്ല നീ പൊങ്ങാൻ പോന്നേ, മമ്മിയുടെ കാശ് കൊണ്ടല്ല നീ പൊങ്ങാൻ പോന്നേ. കേൾക്കുന്നുണ്ടോ പറയുന്നത്? അങ്കിൾ മാറ്റിയെ സഹായിക്കുന്നുണ്ടല്ല നീ പോകാൻ പോന്നേ. ഈ മഹാദൈവത്തിൻ്റെ കയ്യെ മുറുകെ പിടിച്ചോണം. പാടിയ കുഞ്ഞ് കേട്ടോ? ഒരു മഹാദൈവം. ഈ മഹാദൈവം നിന്നെ പൊക്കും. നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, ആക്ഷേപിച്ചവരുടെ മുമ്പിൽ, ഒറ്റിക്കൊടുത്തവരുടെ മുമ്പിൽ, ഒറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ ഈ മഹാദൈവം വിസ്മയത്തിൻ്റെ അനുഭവങ്ങളെ തീർക്കും. അപ്പോൾ യേശു എങ്ങനെയുള്ള ദൈവമാണ്? മഹാദൈവമാണ്. ഇനി കേൾക്കണോ? റോമാലേഖനം 9:5 വാക്യം മറക്കല്ലേ. റോമാലേഖനം 9:5 സർവത്തിനും മീതെ ദൈവമാണ്. യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം രണ്ടാമത്തെ ചിന്ത പറയുന്നത്, യേശു എങ്ങനെ? സർവത്തിനും. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെയാണ്. സർവത്തിനും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത് എന്ന് പറഞ്ഞ്? യേശുവിന് മീതെ അധികാരം ചെലുത്താൻ ഒരു അതീശത്വവുമില്ല, ഒരാധിപത്യവുമില്ല.
ഈ മണ്ണെൻ്റേതാ, നാൽക്കവല എൻ്റേതാ, പുയപ്പള്ളി എൻ്റേതാ, ഇവിടുത്തെ കുന്നും താഴ്വരയുമെല്ലാം എൻ്റേതാ, ഇവിടുത്തെ ജനങ്ങളെല്ലാം എൻ്റേതാണെന്ന് അവകാശപ്പെടുന്ന ചില ആന്തകാര ശക്തിയുണ്ട്. ദൈവമക്കളെ അഭിഷേകം പ്രാപിച്ചവർ പറയണം, നീ പോയി പാണി നോക്ക്, നിന്റെ മീതെയാണ് എൻ്റെ കർത്താവ്, നിന്റെ ആധിപത്യ വ്യവസ്ഥിതികൾക്ക് മീതെയാണ്. തച്ചന് കുത്തിയിരുന്ന് ദുർമാന്ത്രവാദം ചെയ്യുന്ന മാന്ത്രവാദി ലജ്ജിച്ചു പോകത്തക്ക നിലയിൽ അഭിമാനത്തോടെ തലയെടുപ്പോടെ നിൽക്കണം. കർത്താവ് സർവത്തിനും മീതെയാണ്. സകല ഭൂതപ്രേത പിശാചുക്കൾക്ക് മീതെയാണ് കർത്താവിൻ്റെ ആധിപത്യം. അഭിഷേകം എന്ന് പറയുന്നത് താളമുള്ള പാട്ട് കീബോർഡ് വെച്ച് റിതംപാട് വെച്ച് തകർക്കുമ്പോൾ ഉന്മാദമുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല, അന്ധകാരത്തിൻ്റെ ശക്തികളോട് പടപൊരുതാനും കൂടെയാണ് അഭിഷേകം. എത്ര പേര് ഇത് ഏറ്റെടുക്കുന്നുണ്ട്? പാപത്തിൻ്റെ കൈകളെ താട്ടിമാറ്റാൻ, നമ്മുടെ അവകാശത്തിൻ്റെ മേൽ ചെങ്കോല് വെച്ച് വാദിക്കുന്ന ദുഷ്ടശക്തിയോട് എടുക്കുന്നതിൻ്റെ തന്ത്രമെന്ന് പറയാൻ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ നിനക്ക് അവകാശമില്ല, ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിനക്ക് അവകാശമില്ല, ഞാൻ പാർക്കാൻ വേണ്ടി കർത്താവ് എനിക്ക് തന്ന വീട്ടിനകത്ത് നിനക്ക് സ്ഥാനമില്ല, ഇറങ്ങ് യേശുവിന്റെ നാമത്തിൽ എന്ന് പറയാനുള്ള ഒരഭിഷേകം എത്ര പേർ കൊണ്ട് ഇന്ന് രാത്രിയിൽ? കർത്താവ് സർവത്തിനും മീതെയാ. ഈ കർത്താവ് സർവത്തിനും മീതെയാണെന്നുള്ള ചിന്ത അകത്തുള്ള ദൈവപൈതല് കർത്താവുമായിട്ട് ചേർന്ന് നിന്നാൽ ഒരു ശുശ്രൂഷ വെളിപ്പെടും. ഈ ബോധം ഇല്ലാത്തതുകൊണ്ടാണ് കാണുന്നവരോടൊക്കെ കൃപയുള്ള ഒരു ദൈവദാസന്റെ നമ്പർ തരാവുന്നു. ആഹാ, ആരുടെ നമ്പര്? അതിനകത്ത് ഏറ്റവും വലിയ ഗുരുതരമായ അപകടം എന്താണെന്നറിയാം? സ്ഥലസഭാ പാസ്വേഡ് തന്നെ ചോദിച്ചോളാം. ഇത് സ്ഥലസഭാ പാസ്വേഡ് ചോദിക്കുക, പാസേ ഒരു കാര്യം എന്തോന്നാ, അത് കൃപയുള്ളൊരു ദൈവദാസൻ നമ്പർ തരാവോ? ഈ കൃപയുള്ള ദൈവദാസൻ എന്ന് പറഞ്ഞാൽ പിശാചിനെ ഓടിക്കാൻ കരുത്തുള്ള ഒരാളുടെ നമ്പർ തരാവോ എന്നാ. അങ്ങനെ പാസ്വേഡ് ചോദിക്കുമ്പോൾ രണ്ടാ കാര്യം: ഒന്ന്, നമ്പർ കിട്ടിയാൽ വലിയ ഉപകാരം; രണ്ട്, പാസയ്ക്ക് ഈ കൃപ ഇല്ലെന്ന് പുള്ളിയെ തെரியപ്പെടുത്തുകയും ചെയ്യണം. അയ്യോ, വിശ്വാസികളുടെ വിവിധോദ്ദേശ പദ്ധതിയാണ് ഇതൊക്കെ. ദൈവദാസന്മാരെ സൂക്ഷിച്ചോണം. മനസ്സിലായില്ലേ? കൃപയുള്ള ദൈവദാസൻ നമ്പർ വാങ്ങിച്ച് പലയിടത്തുനിന്ന് കളക്ട് ചെയ്ത് പാസ് പോലും അറിയാതെ വീട്ടിൽ രഹസ്യ പ്രാർത്ഥന നടത്തിയിട്ട് പിശാചി പെരുകിയതല്ലാതെ ഒന്നും ഇറങ്ങിയില്ല ഇതുവരെ. ആദ്യം സ്ഥലസഭ പാസെ ആദരിക്കേ, അദ്ദേഹത്തിൻ്റെ കൃപ അംഗീകരിക്കേ, അത് കഴിഞ്ഞിട്ട് ദൈവം എൻ്റെ മേൽ പകർന്ന കൃപ എന്തോ വന്ന് അന്വേഷിക്കേ. യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങെന്ന് പറയാൻ ഓരോരുത്തനെ വാടകയ്ക്ക് എടുക്കേണ്ട കാര്യമില്ല. ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നോ. കുഞ്ഞുങ്ങളുടെ കല്യാണം വരുമ്പോൾ ചെമ്പ്, ഉരുളി, ചട്ടുകം, തവി, തൊട്ടി, പന്തലിനുള്ളത്, കമ്പി, കാല്, പടുത എല്ലാം വാടകയ്ക്ക് എടുത്തു. കുഴപ്പമില്ല, കസേര അടക്കം എല്ലാം വാടകയ്ക്ക് എടുത്തു, അതെല്ലാം വാടകയ്ക്ക് എടുത്തു. പക്ഷേ പിശാചിനെ ഓടിക്കാൻ ആരെയും വാടകയ്ക്ക് എടുത്ത് തപ്പി നടക്കരുത്. അതിനുള്ള കൃപയാണ് കർത്താവ് തന്നിട്ടുള്ളത്. ഈ ഒരു ബോധ്യം അകത്ത് കിട്ടണം. സർവത്തിനും മീതെ. അങ്ങനെയാണ് ഞാൻ കയറിയ ഒരു കാര്യം പറയട്ടെ. നാൽക്കവലെ നിന്നോണ്ട് സർവത്തിനും മീതെയാണെങ്കിൽ ക്യാൻസറിന് മീതെയാ കർത്താവ്, ഹാർട്ടിൻ്റെ വാൽവിൻ്റെ പ്രശ്നത്തിന് മീതെയാ, യൂട്രസിൻ്റെ പ്രോബ്ലത്തിന് മീതെയാണ്, കിഡ്നിയുടെ പ്രതിസന്ധിക്ക് മീതെയാണ്. ഞങ്ങൾക്ക് എല്ലാ മാസവും ലിസൺ ചാക്കോ നടത്തുന്ന അനുഗ്രഹീതമായൊരു പ്രോഗ്രാമുണ്ട് ഈ ഡയാലിസിസ് പേഷ്യൻറ്റിന് വേണ്ടി. സങ്കടം തോന്നും. കഴിഞ്ഞ മാസം വന്ന പലരും ഈ മാസത്തെ മീറ്റിങ്ങിനില്ല. ഈ മാസം വന്നവർ അടുത്ത മാസം ഉണ്ടെങ്കിൽ വരാൻ പോകുന്നില്ല. കാരണം ഇതിനിടയ്ക്ക് പലരും കൊഴിഞ്ഞു പോകും. എന്നാലും വചനം കേൾക്കാൻ എന്നെ സന്തോഷമാണ്. ഞാനതിനകത്ത് മിക്ക മാസങ്ങളിൽ ഞാൻ വരാറുണ്ട് പ്രസംഗിക്കാൻ. പക്ഷെ ഒരു കാര്യമാണ്, ഇന്ന് രാത്രി അറിയണം, ആ പ്രതിസന്ധിക്ക് മീതെ ഒരുവനുണ്ട്. മനസ്സിലായില്ലേ? ഇനി ഒരു ഓപ്പറേഷൻ ഇല്ലാതെ രക്ഷപ്പെടത്തില്ല എന്ന് വൈദ്യശാസ്ത്രത്തിൻ്റെ നിരീക്ഷണ പരീക്ഷണ ഗവേഷണങ്ങൾ തെറ്റാണെന്ന് പറയുന്നില്ല, ശരിയായിരിക്കാം. പക്ഷേ ഒരു കാര്യം, അതിന് മീതെ ഒരു വിധി തീർപ്പ് നാം ഉണ്ടാക്കണം. അത് റോമർ 9:5 കൊണ്ട് അതിനൊരു ഓപ്പറേഷൻ നടത്തണം. എൻ്റെ കർത്താവ് സർവ്വത്തിനും മീതെയാണ്. ഞാൻ അനുഭവിക്കുന്ന വ്യഥകൾക്ക് മീതെയാണ് എൻ്റെ കർത്താവ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ വിശ്വാസമാകത്തേക്ക് അങ്ങ് വ്യാപരിച്ചാലുണ്ടല്ലോ സൗഖ്യം നമ്മുടെ ശരീരത്തിൽ നടക്കും. ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി നിങ്ങളുടെ തലയിൽ കൈവയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഒരു ടർക്കിയും വീശിക്കൊണ്ട് ഞങ്ങൾ ഇതിനിടയ്ക്ക് പ്രകടനമൊന്നും നടത്തേണ്ട കാര്യമില്ല. വാചനം വിശ്വാസത്തോടെ ഏറ്റെടുത്താൽ സൗഖ്യം ഇവിടെ ഗ്രൗണ്ടിൽ വ്യാപരിക്കും. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് സർവ്വത്തിനും മീതെ. സാമ്പത്തിക പ്രതിസന്ധികൾ ഒത്തിരി ഉണ്ടാകാം. എഴുതിക്കൂട്ടി നോക്കിയാൽ ലക്ഷങ്ങളാണ് കൊടുത്തു വീട്ടേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ആ പ്രതിസന്ധിയുടെ കുരുക്കഴിച്ച് നമ്മളെ സ്വതന്ത്രമാക്കാൻ സാമ്പത്തിക പ്രതിസന്ധിക്ക് മീതെയാണ് കർത്താവ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത്? ആമേൻ, ഹല്ലേലൂയ. വെളിപ്പാട് 1:8 വാക്യം നോക്കിക്കേ. യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ ഗംഭീരമായൊരു ഒരു പരിചയപ്പെടുത്തൽ അവിടെയുണ്ട്. വെളിപ്പാട് 1:8. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. സർവശക്തിയുള്ളവൻ എന്ന് പറഞ്ഞാൽ കർത്താവിനെ കൊണ്ട് കഴിയാത്ത ഒന്നുമില്ല. സർവശക്തനാണ് കർത്താവ്. എത്ര പേര് വിശ്വസിക്കുന്ന രാത്രി? സർവശക്തൻ.
ആ സർവശക്തിത്വത്തിൻ്റെ അനുഗ്രഹീതമായിരിക്കുന്നൊരു പ്രകടനമുള്ള ഭാഗം ഏതാണെന്നറിയാമോ? ഉൽപ്പത്തി 1-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം. വായിച്ചു നോക്കണം വീട്ടിൽ ചെന്ന്. അത്താഴം ഉണ്ണുന്നതിന് മുമ്പേ വായിക്കുന്നത് നല്ലത്. അത്താഴം ഉണ്ട് കഴിഞ്ഞ് വായിച്ചാൽ കോട്ട് വാ വരും. അത്താഴം ഉണ്ണുന്നതിന് മുമ്പേ ചെയ്യേണ്ട കുറേ നടപടികളുണ്ട്. സന്ധ്യപ്രാർത്ഥനയൊക്കെ എപ്പോഴാണ് ആൻറ്റി? അത്താഴം ഉണ്ട് കഴിഞ്ഞാണോ അത്താഴം ഉണ്ണുന്നതിന് മുമ്പാണോ? ഉണ്ണുന്നതിന് മുമ്പെയാണ്. പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉള്ളിടത്തേ ഉള്ള അത്താഴം ഉണ്ട് കഴിഞ്ഞ്. ഇപ്പോഴത്തെ പുതിയ അണുകുടുംബങ്ങളിലൊക്കെ അത്താഴം ഊണ് കഴിഞ്ഞ പ്രാർത്ഥന. എരിശ്ശേരിയും പുളിശ്ശേരിയും അയിലച്ചാറും എല്ലാം കൂടെ ഇരച്ച് തലയിലോട്ട് കയറുന്ന സമയത്തിരുന്ന് പാടിയ ആ പാട്ട് പോകുന്ന വഴി. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ. എന്നെ സുഖ പാട്ട് പാടുമ്പോൾ ഈ പാടിയ താളം, ഇതിൻ്റെ ഈണം, ഇതിൻ്റെ ആ ഒരു രീതി അത് അത്താഴം ഉണ്ണുന്നതിന് മുമ്പാണ്. അത്താഴം ഉണ്ണുന്നതിന് മുമ്പ് പാടിയാലേ ഇങ്ങനെ പാടാൻ പറ്റത്തുള്ളൂ. അത്താഴം ഊണും കഴിഞ്ഞ് അച്ചായൻ ദിവാൻകോട്ടയിലും അമ്മാമ്മ സോപാക്കമ്പട്ടയിലും പിള്ളേരെല്ലാം അവിടെ ഇവിടെയും ചാഞ്ഞും ചരിഞ്ഞിരുന്നുകൊണ്ട് യേശു മാറാത്തവൻ, മാറാത്തവൻ എന്നല്ല, പിന്നെ മാറാത്തവൻ. അതെന്തുവാന്ന് ഒരു പിടിയില്ല. ഇതന്നെ ആവർത്തിച്ച് പാടുക. ചേറ്റിലല്ലയോ കിടന്ന തോർത്ത് നോക്കിയ. തോർത്തൊക്കെ കൊണ്ട് ചേറ്റിലിടാൻ ആര് പറഞ്ഞു? അത്താഴമൂണ് കഴിഞ്ഞുള്ള പാട്ടും അത്താഴത്തിന് മുമ്പുള്ള പാട്ടും തമ്മിൽ വലിയ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ന് പറഞ്ഞു വിടുന്ന ഈ ഹോംവർക്ക് അത്താഴമുണ്ണതിന് മുമ്പേ വായിക്കണം. ഉൽപ്പത്തി ദിവസം 1-ാം അധ്യായം ശ്രദ്ധിച്ച് വായിക്കണം. പേനായി പെൻസിലോ കൈ വെച്ചുകൊണ്ട് വേണം വായിക്കാൻ. എന്നിട്ട് അതിനകത്ത് അങ്ങനെ പൊട്ടുന്ന കുറേ പദങ്ങളുണ്ട്. ഉൽപ്പത്തി ദിവസം 1-ാം അധ്യായം കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഉണ്ടാകട്ടെ, വേർപിരിയട്ടെ, മുളച്ചു വരട്ടെ, ജനിക്കട്ടെ, പറക്കട്ടെ, കൂടട്ടെ, വാഴട്ടെ എന്ന് പറഞ്ഞ് കുറേയുണ്ട്. ഒരു 10-14 അതൊരു വെള്ളപ്പേപ്പറിൽ താഴോട്ടങ്ങ് എഴുതണം. എന്നിട്ട് അതിന് നേരെ റെഫറൻസോടെ എഴുതണം. പേന ക്യാപ്പ് ചെയ്യണം, പുസ്തകം അടയ്ക്കണം, മുഴങ്കല്ലം കൊണ്ടിരിക്കണം. എന്നിട്ട് എഴുതിയ പേപ്പർ നെഞ്ചോട് വെച്ചിട്ട് പറ, മഹാദൈവമേ, സർവശക്തിയുള്ള കർത്താവേ, അങ്ങ് പറഞ്ഞപ്പോൾ ഇതൊക്കെ സംഭവിച്ചു. അങ്ങ് പറഞ്ഞ മാത്രയിൽ ആ ശബ്ദത്തിൻ്റെ പ്രതിധ്വനി അടങ്ങുന്നതിന് മുമ്പ് അത് സംഭവിച്ചു. പൂഴി മണ്ണിനെ നോക്കി അതത് തരം വിത്തുള്ള സസ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. ഒരു തുമ്പി പോലും പറക്കാത്ത ആകാശ വികായസനെ നോക്കി അതത് തരം പറവജാതികൾ കൂട്ടമായി പറക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ സംഭവിച്ചു. ഒരമീബ പോലും ഇല്ലാതിരുന്ന് കെട്ടിക്കിടന്ന വെള്ളത്തെ നോക്കി അതത് തരം ജലജന്തുക്കൾ കൂട്ടമായി പെരുകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സംഭവിച്ചു. കർത്താവേ, ഞാനത് വിശ്വസിക്കുന്നു. അങ്ങനാണെങ്കിൽ ഈ പദങ്ങളൊക്കെ എന്നെ നോക്കിയെന്ന് പറ, എന്നെ നോക്കിയെന്ന് പറ കർത്താവേ. ഇരുട്ട് മാറത്തില്ലെന്ന് പറഞ്ഞ് അവകാശം പറഞ്ഞ ദുഷ്ടശക്തി വെളിച്ചം കണ്ട് മാറട്ടെ. ഇരുട്ട് മാറി വെളിച്ചം വരികയായിരുന്നു. ഞാൻ ഇത്ര കാലം പ്രവർത്തിച്ചിട്ടും ഒരാത്മാ പോലും ജനിക്കാത്ത ഈ ദേശത്ത് കുറേ ആത്മാക്കൾ പേറ്റങ്ങോട്ട് പെരുകട്ടെ. ചില വിത്തുള്ള സസ്യങ്ങൾ മുളച്ചു വരട്ടെ. സസ്യമാണോ? അതിന് വിത്തുണ്ടായേ പറ്റൂ. വിത്തില്ലാത്ത സസ്യം എന്തോ കൊള്ളാം, എന്തിനു കൊള്ളാം? അതിൻ്റെ കാലത്തേക്ക് മാത്രമല്ലേ ഉള്ളൂ. വിത്തുണ്ടെങ്കിലേ എന്തോ ചെയ്യുള്ളൂ, പിന്നെ അടുത്ത വംശവർദ്ധനം ഉണ്ടാവുകയുള്ളൂ. വിവാഹം കഴിഞ്ഞു, കാലം ഒത്തിരിയായി, ഇതുവരെ ഒരു തലമുറ ഇല്ലെങ്കിൽ വംശാവലി അവരോടുകൂടെ തീരുകയല്ലേ? തുടർച്ച വേണ്ടേ? ഗർഭപാത്രം പരിശോധിച്ചിട്ട് പറയുന്നു ഇതിനകത്തൊരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ല. പുരുഷനെ പരിശോധിച്ചിട്ട് പറയുന്നു കൗണ്ടിങ് ഇല്ല. അങ്ങനെയുള്ള ശരീരത്തെ നോക്കി എൻ്റെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഒരു വാക്ക് പറഞ്ഞാൽ മതി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? രോഗബന്ധനം മാറത്തില്ലെന്നുള്ള ശത്രുവിൻ്റെ അവകാശവാദങ്ങൾക്കെതിരെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, സൗഖ്യമാകാം, വീട്ടിൽ പോകാം, സമാധാനത്തോടെ പോകാം എന്നൊക്കെ കർത്താവ് പറഞ്ഞ വാക്ക് പുതിയ നിയമത്തിൽ ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട്. അറിയാമോ? ബാല എഴുന്നേൽക്ക എന്നൊക്കെ പറഞ്ഞ വാക്കഥ അന്നേരം തന്നെ സംഭവിച്ചില്ലേ? അവിടെ പറഞ്ഞ ആ വാക്കാരെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 1:3 വാക്യത്തിൽ പറയുന്നു, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അങ്ങനെയാണെങ്കിൽ ആ വചനം നമ്മുടെ കർത്താവ് തന്നെയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതാ ഞാൻ പറഞ്ഞത്, ഈ ഠേ 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 എന്ന് അവസാനിപ്പിക്കുന്ന പദങ്ങൾ നമ്മളെ നോക്കി കർത്താവ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ ആ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാകും. വിശ്വസിക്കുന്നവർ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്ക്. വിശ്വസിക്കുന്നവർ കർത്താവിനെ കരമടിച്ച് ആരാധിച്ച് ഇന്ന് രാത്രിയിൽ ആ വലിയ വിടുതൽ നമ്മുടെ ഇടയിൽ സംഭവിക്കട്ടെ. ആ വലിയ ആത്മിക വിടുതൽ കർത്താവ് സംഭവിപ്പിക്കട്ടെ.
ജീസസ്. ഹല്ലേലൂയ. യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയട്ടെ. 1 യോഹന്നാന്റെ ലേഖനം 5:20 സത്യദൈവമാണ്. യേശു എങ്ങനെയുള്ള ദൈവമാണ്? സത്യദൈവമായതുകൊണ്ട് പറഞ്ഞതെല്ലാം അങ്ങനെ തന്നെ സംഭവിക്കും. ചെയ്തതെല്ലാം സത്യമാണ്, ജീവിച്ചത് സത്യമാണ്, പറഞ്ഞത് സത്യമാണ്. കർത്താവിൽ വിശ്വസിച്ച നമ്മൾ വഞ്ചിതരല്ല. അവൻ്റെ വായിൽ അസത്യം, വഞ്ചന ഒന്നും ഇല്ലായിരുന്നു. കർത്താവ് ഇതുവരെ പറഞ്ഞതെല്ലാം സത്യമാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞൊരു വാചകമാണ് നമ്മുടെ കുറിവാക്യം. അതിൽ കൊണ്ട് കുത്തി നിർത്തട്ടെ ഞാൻ. വരാനുള്ളവൻ എന്തോ ചെയ്യും? വരും, താമസിക്കയില്ല. ആ വരവിൻ്റെ വീക്ഷണത്തിൽ അല്പകാലത്തിൻ്റെ പ്രസക്തി എന്താണെന്നും കൂടെ പറയാം. അത് 2 പത്രോസ് 3:9. ചിലർ കൂടെ എന്തോ ചെയ്യണം? മാനസാന്തരപ്പെടണം. നാൽക്കവലയിൽ ചിലർ കൂടെ മാനസാന്തരപ്പെടണം. ആരാധനാലയം എത്രയോ കാലങ്ങളായി ഇവിടെ തുടങ്ങിയതാണ്. ഇവിടുത്തെ അംഗം കൂടെ ആയിരുന്നല്ലേ ഇന്നലെ രാത്രി ഇവിടെ പ്രസംഗിച്ചത്. എത്ര വർഷത്തെ പഴക്കമുണ്ട് ഈ ആലയത്തിൽ. എന്നിട്ടും ഇതിൻ്റെ ചുറ്റുവട്ടത്തിൽ ചിലർ കൂടെ എന്ത് ചെയ്യേണ്ടത്? മാനസാന്തരം. അതാണ് അല്പകാലത്തിൻ്റെ പ്രസക്തി. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെടേണ്ടതുണ്ട്. മാനസാന്തരപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നവരുടെ ഇടയിൽ ചിലർ കൂടെ മാനസാന്തരപ്പെട്ടേ പറ്റൂ. സഭയോടും കൂടെയുള്ള ദൂത മാനസാന്തരപ്പെടണമെന്ന്. നീ മാനസാന്തരപ്പെടണം, ഇല്ലെങ്കിൽ ഞാൻ വരും എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വാക്യം പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ സഭയിൽ ചിലർ കൂടെ എന്തോ ചെയ്യണം? മാനസാന്തരപ്പെട്ടേ പറ്റൂ. അധമ സ്വഭാവം ഉപേക്ഷിക്കാതെ ഉത്തമത്വത്തിലേക്ക് പൂർണ്ണമായും വരാത്ത, ഇന്നും അധമത്വത്തിൽ നിലകൊള്ളുന്നവർ നിരവധി പേരുണ്ട്. മാനസാന്തരപ്പെടണം. അതാണ് അല്പകാലത്തിൻ്റെ പ്രസക്തി. വരാനുള്ളവൻ വരും എന്നുള്ള കാര്യം പഠിക്കുമ്പോൾ കർത്താവ് എവിടുന്ന വരുന്നതെന്നും കൂടെ പഠിക്കണം. ഫിലിപ്പിയ ലേഖനം 3:20 സ്വർഗത്തിൽ നിന്ന് വരും. 2 തെസ്സലോനിക്കർ 4:16 സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ എവിടുന്ന വരുന്നേ? പാതാളത്തിൽ നിന്ന് കയറി വരികയല്ല, പിന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. പാതാളത്തിൽ നിന്ന് കയറി വരുന്ന ഒരുവനെ നോക്കി നമ്മൾ താഴോട്ട് നോക്കി നിൽക്കുന്നവരല്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവനെ കാണാൻ ഉയരത്തിലേക്ക് നോക്കി നിൽക്കുന്നവരാ. അവിടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഇവിടെ അടക്കം ചെയ്യപ്പെട്ട യേശു എങ്ങനെ സ്വർഗത്തിൽ നിന്ന് വരുന്നേ? അവിടെ പറയാതെ പറഞ്ഞിരിക്കുന്ന, എഴുതാതെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്തോന്നറിയാമോ? ഇവിടെ അടക്കം ചെയ്യപ്പെട്ട യേശു പുനരുത്ഥാനം ചെയ്തു. പുനരുത്ഥാനം ചെയ്ത യേശു ഗതി കിട്ടാത്ത പ്രേതമായി ഇതുവഴി അലഞ്ഞില്ല. യേശു സ്വർഗാരോഹണം ചെയ്തു. അപ്പം പുനരുത്ഥാനവും സ്വർഗാരോഹണവും യേശു ചെയ്തതുകൊണ്ടാണ് എവിടുന്ന് വരാൻ പറ്റുന്നത്? സ്വർഗത്തിൽ നിന്ന് വരുന്നു. എന്തിനാണ് വരുന്നത്? സ്വർഗത്തിൽ നിന്ന് നമ്മെ അവിടേക്ക് കൊണ്ടുപോകാനാണ്. അതാണ് 14:3 പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന ഇടത്ത്. ആ ഇടത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവിടെ ഇരിക്കുന്നതാണ് മതിയെന്ന നമ്മുടെ ചിന്ത. ഇവിടെ അല്ല നമ്മുടെ ഇരിപ്പിടം. നമ്മെ അവിടെ ഇരുത്താനാണ് കർത്താവ് വരുന്നത്. അവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ? പാപമില്ലാത്ത ഇടമാണത്. പാപരഹിത സ്ഥലമാണ്. നമ്മളെ വീണ്ടെടുത്ത് കർത്താവ് കൊണ്ടിരുത്തുന്നത് പാപമില്ലാത്ത ഇടത്ത്. അതിനാ അവിടെ നിന്നിറങ്ങി വരുന്നത്. സ്തോത്രം. ഓടിച്ചാൻ പോകാം. എങ്ങനെ വരുന്നതെന്നറിയാമോ? ഫിലിപ്പിയർ 3:21 നോക്കിക്കേ. സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ടാണ്. സ്തോത്രം. എങ്ങനെ വരുന്നേ? മഹാദൈവമായതുകൊണ്ട് വെറുതെ ഇറങ്ങി വരികയല്ല, തൻ്റെ വ്യാപാര ശക്തി കൊണ്ട്. എന്ന് പറഞ്ഞാൽ യെശയ്യാ പ്രവചനം 40:10 അതിന് ആധാരം. യെശയ്യാ 40:10 പറഞ്ഞു, ഇതാ അവൻ ബലശാലിയായി വരുന്നു. എങ്ങനെ വരുന്നു എന്നാ? ബലശാലിയായി വരുന്നത് സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയേണ്ടതിന് വേണ്ടിയാണ് ബലശാലിയായി വരുന്നത്. ഇപ്പം നമ്മളെ കീഴ്പ്പെടുത്താനാണ് ഇവിടുത്തെ സുവിശേഷ വിരുദ്ധ ശക്തികൾ നയിക്കുന്നത്. ഇന്നത്തെ പത്രത്തിലുമുണ്ട്. മനസ്സിലായി? ആൾക്കൂട്ടം ക്രൈസ്തവ ദേവാലയത്തെ പൊളിച്ച് അടുക്കിയത്. വാർത്ത വായിച്ചില്ലേ നിങ്ങൾ? ഇതിനും ദുരന്തം ആവർത്തിക്കുക തന്നെ ചെയ്യും. മനസ്സിലായില്ലേ? എല്ലാം ഇവിടെ നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുക. പക്ഷേ സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ അവൻ വരാൻ പോകുന്നേ ഉള്ളൂ. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? ഓക്കെ. ഇനി എന്തിനാ വരുന്നതെന്നും കൂടെ പറയാം. അതുകൂടെ പറഞ്ഞാലേ വിഷയം പൂർണ്ണമാകുള്ളൂ. എന്തിനാ വരുന്നതെന്നറിയാമോ? ആർക്കു വേണ്ടിയാണ് വരുന്നത്? എന്തിനാ വരുന്നതെന്നുള്ളതല്ല, ആർക്കു വേണ്ടിയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ആ വരവിലെടുത്തുകൊള്ളപ്പെടുന്നത് ആരായിരിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. അത് ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ്. 1, 2, 3 പോയിന്റുകൾ മാത്രം ഞാൻ പറയാം. 1, കർത്താവിനുള്ളവർ, അവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. ആർക്കുള്ളവരാ? കർത്താവിനുള്ളവർ. ബിലോങ്സ് ടു ജീസസ്. എത്ര പേർക്ക് ഉറപ്പായി കർത്താവിനുള്ളവരാണെന്നുള്ളത്? അതിനൊരു വാക്യം ഞാൻ തരട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 15:23. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിന്, ബാക്കി പറ. അതാണ് ക്രിസ്തുവിനുള്ളവരെ കൊണ്ടുപോകാൻ കർത്താവ് വരുന്നത്. ക്രിസ്തുവിനുള്ളവർ. ആരാ ക്രിസ്തുവിനുള്ളവരെന്നറിയാമോ? ക്രിസ്തുവിനുള്ളവർ ആരാന്നറിയണമെങ്കിൽ വേറൊരു വാക്യം എൻ്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കണം. യോഹന്നാന്റെ സുവിശേഷം 6:40. യോഹന്നാൻ 6:40. അവിടെ ഇങ്ങനെ പറയുന്നു, എല്ലാവരും പുത്രനെ നോക്കി വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ളത് പിതാവിൻ്റെ ഇഷ്ടം. അങ്ങനെയുള്ളവരെ ഒടുക്കത്തെ നാളിൽ ഞാൻ എന്തോ ചെയ്യും?
ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ എല്ലാവരും ആരെ നോക്കണം? പുത്രനെ നോക്കണം. എന്നിട്ട് എന്തോ ചെയ്യണം? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ എന്തോ കിട്ടും? നിത്യജീവൻ കിട്ടും. അങ്ങനെയുള്ളവരെ കർത്താവ് ഒടുക്കത്തെ നാളിൽ എന്തോ ചെയ്യും? അപ്പോൾ ക്രിസ്തുവിനുള്ളവരെല്ലാം എന്തോ പ്രാപിച്ചവരാ? നിത്യജീവൻ പ്രാപിച്ചവരാ. നിത്യജീവൻ പ്രാപിക്കുന്നത് രക്ഷയിലൂടെ, മാനസാന്തരത്തിലൂടെ, വീണ്ടും ജനനത്തിലൂടെ. അങ്ങനെയുള്ളവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നേ. സ്തോത്രം ചെയ്തിട്ട് കരങ്ങൾ ഉയർത്തി. അടുത്തൊരു വാക്യം കൂടെ തരാം. റോമാലേഖനം 6-ാം അധ്യായം 5-ാം വാക്യം. റോമർ 6:5 ശ്രദ്ധിച്ചു കേട്ടോണം. കർത്താവ് വരുന്ന ആരെ ചേർക്കാനാ? തൻ്റെ മരണയടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിച്ചവരെ ചേർക്കാനാ. കണ്ടോ? അവൻ്റെ മരണത്തോട് നിങ്ങൾ ഏകീഭവിച്ചവരായെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോടെ എന്തോ ചെയ്യും? ഏകീഭവിക്കും. എന്തിനോട് ഏകീഭവിച്ചവരായെങ്കിൽ? മരണത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചവർക്ക് മാത്രമേ എന്തിനോട് ഏകീഭവിക്കാൻ പറ്റൂ? പുനരുദ്ധാനത്തോട് ഏകീഭവിക്കാൻ പറ്റൂ. മരണത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുന്ന കർമ്മം എന്തോ എന്ന് പറ. മരണത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുന്ന കർമ്മം എന്താ? അരക്കൊപ്പം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവദാസൻ്റെ അരികിലേക്ക് സ്തോത്രാർപ്പണങ്ങളോട് ഇറങ്ങി ചെല്ലുന്ന ഒരു വിശ്വാസി, ആണോ പെണ്ണോ ആകട്ടെ, അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ചോദ്യത്തിനെല്ലാം ഉവ്വ് 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 എന്നുത്തരം പറയുന്നു. നിന്റെ വാമൊഴി പ്രകാരവും വിശുദ്ധ തിരുവെഴുത്തിൻ പ്രകാരം ഞാൻ നിന്നെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജലത്തിൽ മുഴുകൽ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയ്ക്ക് ശേഷം പിടിച്ചൊരൊറ്റ മുക്കം കൊണ്ട് മുക്കും. അണിവിരൽ പോലും പുറത്ത് കാണത്തില്ല. മുടിനര പോലും ജലപ്പരപ്പിൽ പൊന്തിക്കിടക്കത്തില്ല. എത്ര വണ്ണക്കാരനാണെങ്കിലും പൊണ്ണക്കാരിയാണെങ്കിലും പിടിച്ച് ഞങ്ങൾ താക്കും. ഈ ഇരിക്കുന്ന ദൈവദാസന്മാരെ കണ്ടോ? എത്രണ്ണത്തെ മുക്കിയതാണെന്നറിയോ? ആൻറ്റി, മുക്കുന്നത് വാശി തീർക്കാനല്ല. വാശി തീർക്കാനാണ് താത്തു വെച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ, പൊക്കണ്ടല്ലോ. ഇത് വാശി തീർക്കാനല്ല മുക്കുന്നത്, അടക്കത്തിൻ്റെ രൂപത്തോടെ ഏകീഭവിക്കാൻ. മരിച്ച അടക്കം. ഇന്ന് ഞാൻ നാളെ നീ ഗിൽറ്റിട്ട പേപ്പറൊക്കെ ഒട്ടിച്ച പെട്ടി കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും തുറന്നിരിപ്പുണ്ടോ? അത് എവിടെയെങ്കിലും മണ്ണ് മൂടാതിരിക്കുന്നുണ്ടോ? നമ്മൾ 5-6 പേര് വാരിയിട്ട മണ്ണ് മതിയോ പെട്ടിക്ക് മൂടാൻ? പോരാ. നമ്മളൊരു പിടി മണ്ണ് വാരിയിട്ട് നമ്മളിങ്ങ് മാറി. ബാക്കി പണിക്കാർ ഇത് മൊത്തം അതിൻ്റെ പുറത്തോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പെട്ടി കാണത്തില്ല, പെട്ടിക്കകത്ത് വെച്ചത് കാണത്തില്ല എന്നതുപോലെ പാപത്തിൽ മരിച്ച വ്യക്തിയെ അതിൻ്റെ രൂപത്തോടെ ഏകീഭവിക്കാനാണ് പിടിച്ച് താക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? പക്ഷേ യേശു അടക്കപ്പെടുക മാത്രമല്ല, ഉയർക്കുകയും കൂടെ ചെയ്തതുകൊണ്ടാണ് പിടിച്ച് പോക്കുന്നത്. അതുകൊണ്ട് മരണത്തിൻ്റെ, അടക്കത്തിൻ്റെ, ഉയർപ്പിൻ്റെ രൂപത്തോടെ ഏകീഭവിക്കുന്ന സ്നാനം ഏറ്റവരെ കൊണ്ടുപോകാനാണ് കർത്താവ് വരുന്നേ. സ്തോത്രം. അതിന് സ്നാനപ്പെട്ടെങ്കിൽ പോവുകയുള്ളൂ ഉറപ്പ് തരാം. റോമാലേഖനം 6:3 വാക്യം. 6:3 എന്ന് പറയുന്ന അറിയാമോ? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നിങ്ങൾ. ഗലാത്യർ 3:27 ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നിങ്ങൾ ക്രിസ്തുവിനെ എന്തോ ചെയ്തിരിക്കുന്നു? ധരിച്ചിരിക്കുന്നു. 6:3 ഗലാത്യർ 3:27 ഈ 2 വാക്യങ്ങൾ ശ്രദ്ധിക്കണം. ക്രിസ്തുവിനോട് ചേർന്നവരെ കൊണ്ടുപോകാനാ. ചേരുന്ന ഏതിനാലാണ് ചേരുന്നത്? സ്നാനത്തല. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം. പക്വതയിലേക്ക് വരുമ്പോൾ സ്നാനപ്പെടാൻ തയ്യാറാകണം. സ്നാനപ്പെട്ടാൽ മാത്രമേ ആരോട് ചേരത്തുള്ളൂ? ക്രിസ്തുവിനോട് ചേരത്തുള്ളൂ. അടുത്ത ചോദ്യം, ക്രിസ്തുവിനോട് ചേർന്നാൽ നമ്മൾ എന്താവും എന്ന് പറ. ക്രിസ്തുവിനോട് ചേരുന്നവർ ക്രിസ്തുവുമായിട്ട് എന്തോ ആകും? 1 കൊരിന്ത്യർ ലേഖനം 6:17 വാക്യം. ഞാൻ ഈ വാക്യങ്ങൾ വായിപ്പിക്കാത്തതുകൊണ്ട് തള്ളിക്കളയരുത്, വാക്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തോണം. 1 കൊരിന്ത്യർ 6:17 പറയുന്നത് എന്താണെന്നറിയാമോ? ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നവൻ ക്രിസ്തുവുമായിട്ട് എന്തോ ആകും? ഏക ആത്മാവാകും. ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായിട്ട് എന്തോ ആകുന്നു? അങ്ങനെ സ്നാനത്താൽ നമ്മൾ ക്രിസ്തുവിനോട് എന്തോ ആകുന്നു? ഏക ആത്മാവാകും. ആ വാക്യത്തിൻ്റെ പൊരുൾ പഠിക്കണമെങ്കിൽ ഉൽപ്പത്തി 2:24 പഠിക്കണം. ഉൽപ്പത്തി 2:24 പറയുന്നു, പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ബാക്കി പറ ഒരു ദേഹമായി മാറും. പക്ഷെ യേശുവിനോട് പറ്റിച്ചേരുന്നവൻ യേശുവുമായിട്ട് എന്തോ ആകും? ദേഹമല്ല, ഏക ആത്മാവാകും. രണ്ടും രണ്ടാ. ഭാര്യയോട് പറ്റിച്ചേരുന്ന പുരുഷനും പുരുഷനോട് പറ്റിച്ചേരുന്ന ഭാര്യയും ഒരു ദേഹമായി മാറും. അതുകൊണ്ട് ശുശ്രൂഷകന്മാർ പറഞ്ഞു പിടിപ്പിക്കുന്ന ഈ ഉഭയസമ്മതത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, മരണം നമ്മെ വേർപിരിക്കുന്ന നാൾ വരെ. അപ്പോൾ വിവാഹബന്ധത്തിൻ്റെ ഉടമ്പടി ബന്ധം എത്ര വരെ ഉള്ളൂ? എന്ന് വരെ ഉള്ളൂ? മരണം വരെ ഉള്ളൂ. കാരണം എന്താണെന്നറിയാമോ? ഇവർ തമ്മിൽ ചേർന്നാലും ഒരു ദേഹമേ ആകുന്നുള്ളൂ. യേശുവിനോട് ചേരുന്നവരാ ഒരാത്മാവാകുന്നത്. ദേഹത്തിന് മരണമുണ്ട്, ആത്മാവിന് മരണമില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറഞ്ഞ പൊരുൾ? അതുകൊണ്ട് സ്നാനം വേണമെന്ന് ഞങ്ങൾ ഈ നിർബന്ധിക്കുന്നതിൻ്റെ കാരണം മനസ്സിലായോ? ദേഹമായി മാത്രം പോയാൽ മരണം കൊണ്ട് ആ 2 ദേഹങ്ങളും എന്തോ ചെയ്യും? വേർപെടും. ഭവനത്തിലെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് പ്രധാന ശുശ്രൂഷൻ പറയുകയാണ്, ഇനിയും ഭൗതിക ശരീരം നമ്മൾ സെമിത്തേരിയിലേക്ക് വഹിക്കുകയാണ്, അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യാമെന്ന് പറയുമ്പോൾ ആരോഗ്യമുള്ള കുറേ ചെറുപ്പക്കാരും കൊണ്ട് വന്ന് വട്ടം പിടിച്ച് അച്ഛനെ പൊക്കാൻ തുടങ്ങുമ്പോൾ അമ്മാമ്മ വീണ് കിടന്നൊരു കാര്യത്തിൽ അയ്യോ കൊണ്ടുപോകല്ലേ എന്നും പറഞ്ഞൊരു ബഹളമുണ്ട്. കണ്ടിട്ടുണ്ടോ?
എന്നാൽ കൊണ്ടുപോകുന്നില്ല, ഇവിടെ വെച്ചേക്കുക എന്ന് പറയാമെങ്കിൽ അതേ അമ്മാമ്മ തന്നെ പറയും ഇവിടെ വെച്ചിട്ട് കാര്യമില്ല, എടുത്തുകൊണ്ട് വെക്കും. ഞാൻ ഒരു നാട്ടു നടപ്പനുസരിച്ച് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ജീവൻ പോയ അച്ഛൻ്റെ ദേഹം അവിടെ വെച്ചുകൊണ്ടിരുന്ന വല്ല ഗുണമുണ്ടോ? ഇല്ല. ജീവൻ പോയാൽ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? മരണം നമ്മെ വേർപിരിക്കുന്ന നാൾ വരെ. പക്ഷേ മരണമില്ലാത്ത ഒരുവനെ ഇന്ന് രാത്രി ഇവിടെ ഉയർത്തുന്നു. അവനുമായിട്ട് സ്നാനത്താൽ ഒന്നാകുന്നത്. ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായിട്ട് എന്തുവാകുന്നു? ഒരാത്മാവാകുന്നു. ആത്മാവിന് മരണമില്ല. അതുകൊണ്ട് ആത്മമണ്ഡലത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ക്രിസ്തുവുമായിട്ട് ഏകാത്മാവാകണം. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞത് ജഡരക്തങ്ങൾ സ്വർഗരാജ്യം എന്തോ ചെയ്യത്തില്ല, അവകാശമാക്കത്തില്ല. അപ്പോൾ ആരെ കൊണ്ടുപോകാനാണ് കർത്താവ് വരുന്നത്? നിത്യജീവൻ പ്രാപിച്ച് മാനസാന്തരപ്പെട്ട് നിത്യജീവൻ പ്രാപിച്ചവരെ, ക്രിസ്തുവിനോട് ചേരേണ്ടതിന് സ്നാനമേറ്റവരെ. കണ്ടോ? അടുത്ത ഒരെണ്ണം കൂടെ പറഞ്ഞ് നിർത്താം. കർത്താവിനദാസൻ പറഞ്ഞ സമയം അവിടെ എത്തും. ഒറ്റ ഒരെണ്ണം കൂടെ പറയാം. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനെ ഞാൻ ഒടുക്കത്തെ നാളിൽ എന്തോ ചെയ്യും? അപ്പം എന്തിൽ പങ്കെടുക്കണം? കർത്തൃമേശ ശുശ്രൂഷയിൽ പ്രാഗൽഭ്യത്തോടെ പങ്കെടുക്കുന്നവർ സ്വതന്ത്രം ചെയ്താട്ടെ. വേദപുസ്തകത്തിൽ അപ്പവും മീഞ്ഞും എവിടെ ആദ്യം കാണുന്നതെന്നറിയാമോ? വേദപുസ്തകത്തിൽ അപ്പവും മീഞ്ഞും ആദ്യം കാണുന്നത് എവിടെ? ഉൽപ്പത്തി 14:18 വാക്യത്തിൽ. ഉൽപ്പത്തി 14:18 മൽക്കിസദേക്ക് എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യൻ്റെ തളികയിൽ അദ്ദേഹം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒരു തളിക. ആ തളികയിൽ 2 വിശേഷ വിഭവങ്ങളാണ്. എന്തോന്ന്? അപ്പവും മീഞ്ഞും. ആ അപ്പവും മീഞ്ഞും യേശുവിൻ്റെ മാംസവും രക്തവുമാണെന്നൊരു തിയോളജി ഇല്ല. ഞാൻ പറയാൻ വരുന്നത് കേവലം അപ്പവും മീഞ്ഞും. ഇത് മൽക്കിസദേക്ക് പിടിച്ചുകൊണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, കുറേ നേരമായി. കാലമല്ല, നേരമായി. നമുക്ക് ചോദിക്കാം, സാർ ആർക്ക് കൊടുക്കാനാ? ഞങ്ങൾക്ക് തരുമോ അല്പം? അദ്ദേഹം പറയും, നോ, നിങ്ങൾക്ക് തരാനുള്ളതല്ല. പിന്നെ ആർക്കാ സാർ? ഇവിടെ നിൽക്കി കാണിച്ചു തരാം. അതാരാണെന്ന് പറയൂ പ്ലീസ്, ഒരു ക്ലൂ തന്നെ. അദ്ദേഹം പറയും, 5 രാജാക്കന്മാരെ തോൽപ്പിച്ച് ജയാളിയായി ഒരുവൻ കയറി വരും. ആരാ കയറി വരാൻ പോന്നേ? ജയാളിയായി വരും. അവന് കൊടുക്കാനുള്ളത് അപ്പവും മീഞ്ഞും. സാധാരണ അപ്പവും മീഞ്ഞും കഴിക്കാനുള്ള യോഗ്യത മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം ജയിച്ചവനാണെങ്കിൽ യേശുവിൻ്റെ ശരീരവും രക്തവും രൂപകമാകുന്ന അപ്പവും മീഞ്ഞും കഴിക്കാനുള്ള യോഗ്യത എന്തോന്ന് പറ? ജയിക്കുന്നവന്. മണ്ണിനെ ജയിക്കണം, കസേര ജയിക്കണം, പെണ്ണിനെ ജയിക്കണം, ആണിനെ ജയിക്കണം, കീശയെ ജയിക്കണം. റിയാലും ദിർഹവും ദറംസും ഡോളറും യൂറോയും പൗണ്ടും സ്വന്തം തണ്ടപ്പേരിൽ തീരാധാരം എഴുതി കിട്ടിയ ഭൂമിയൊന്നും ആത്മീയതയെ തോൽപ്പിക്കരുത്. അങ്ങനെ ജയം പ്രാപിച്ചത് രാത്രിയെ ജയിക്കണം, പകലിനെ ജയിക്കണം, ഏകാന്തതയെ ജയിക്കണം, സകലവിധമായ പാപരാഗങ്ങളെയും ജയിക്കണം, പാപനിയോഗങ്ങളെ ജയിക്കണം. എല്ലാവരോടും പറയാം, വാട്സപ്പ് ജയം പ്രാപിച്ചതാകണം, യൂട്യൂബും എല്ലാം തന്നെ സോഷ്യൽ മീഡിയാസ് മുഴുവനും ജയിച്ചതാകണം. മനസ്സിലായില്ലേ? കർത്താവിൻ്റെ കണ്ണും കൂടി ഡിസ്പ്ലേയിലേക്ക് ഉണ്ടെന്നുള്ള ബോധമുണ്ടാകണം. അക്ഷരക്കുട്ടികൾ തയ്യാറാക്കുമ്പോൾ, ഫോർവേഡ് ചെയ്യുമ്പോൾ വന്നതൊക്കെ ആസ്വദിക്കുമ്പം ആരും കൂടെ കാണുന്നുണ്ടിത്? കർത്താവും കൂടെ ഡിസ്പ്ലേയിലേക്ക് നോക്കുന്നുണ്ടെന്ന് പഠിക്കണം. ജയം പ്രാപിച്ചവന് മാത്രമേ കയറിപ്പോകാൻ പറ്റുള്ളൂ. കർത്താവ് ജയിച്ചവരെ കൊണ്ടുപോകാനാണ് വരിക. ഒറ്റ വാക്യം ഉപസംഹാരമായി തരാം. വെളിപ്പാട് പുസ്തകം 21:7 വാക്യം. വെളിപ്പാട് പുസ്തകത്തിലെത്തിയപ്പോൾ മനസ്സിലായല്ലോ തീരാൻ പോവുക. ഇനി അങ്ങോട്ട് പുസ്തകം ഇല്ലല്ലോ. 21:7 വാക്യത്തിൽ പറയുന്നു, ജയിക്കുന്നവന് ഞാൻ ഇത് അവകാശമായി കൊടുക്കും. ആർക്കാ? ജയിക്കുന്നവന് ഞാൻ ഇത് അവകാശമായി കൊടുക്കും. അടുത്ത പ്രയോഗം കണ്ടോ? ആ വാക്യത്തിൽ തന്നെ ഉള്ളത്, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അപ്പം ജയം പ്രാപിക്കുന്നവരെയാണ് ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. നമ്മുടെ കർത്താവ് വരാറായി. കൊയർ വേഗം വരുന്നു. നമ്മൾ ഒരുമിച്ചൊരു പ്രത്യാശയോടെ പാട്ട് ചേർന്ന് പാടുന്നു. ആ പാട്ടിനോട് ഒപ്പം നമ്മൾ ഒരുമിച്ച് പ്രത്യാശയോടെ പാടുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വരവ് ഇന്ന് രാത്രിയിൽ ആശീർവാദം പറയുന്നതിന് മുമ്പായിരുന്നെങ്കിലോ, നാളെ സഭായുഗത്തിൽ നമ്മൾ വരുന്നതിന് മുൻപായിരുന്നെങ്കിലോ എന്ന പ്രത്യാശയോടെ ഒന്ന് പാടുന്നത് നല്ലതായിരിക്കും. നമ്മുടെ കർത്താവ് വെളിപ്പെടുന്നു. എത്ര പേർക്ക് ബോധ്യമുണ്ട് കർത്താവ് വരാറായി എന്നുള്ളത്? ഈ കേൾപ്പിച്ച വചനത്തിന് മുൻപാകെ തങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കുകയും കർത്താവിൻ്റെ വരവിൽ ചേർത്തുകൊള്ളപ്പെടാൻ ഒന്നാമത് മാനസാന്തരപ്പെട്ട് നിത്യജീവൻ പ്രാപിക്കണം. 2 സ്നാനപ്പെടേണ്ടതുപോലെ സ്നാനപ്പെടണം. 3 കർത്തൃമേശ അനുഭവിക്കണം. 4 വിശുദ്ധ ജീവിതം നയിക്കണം. 5 ആത്മശക്തിയെ നമ്മുടെ ഉള്ളിൽ അധിവസിപ്പിക്കണം. പറയാൻ നേരമില്ല. അങ്ങനെ ഒത്തിരി സംഗതികളുണ്ട്. വേദപുസ്തകത്തിൻ്റെ ഉപദേശ സത്യങ്ങൾ പുസ്തകം അനുശാസിക്കുന്ന രീതിയിൽ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നഷ്ടം വരാൻ പോകുന്ന കർത്താവിൻ്റെ വരവെങ്കിലാണ്. വേഗം തത്സനത്തിൽ ചാടി എഴുന്നേക്കാം. കർത്താവിൻ്റെ തിരുമുൻപാകെ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഭക്തിയോടെ ഭയത്തോടെ ഈ പാട്ടിൻ്റെ വരികളെ ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. നാളത്തെ സഭായുഗം നമുക്ക് പ്രതീക്ഷയാണ്. പക്ഷേ അതിനു മുമ്പ് കാഹളം മുഴങ്ങുമെങ്കിൽ ഞാൻ കയറിപ്പോകുമെന്ന് ഉറപ്പുള്ളവരെ കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് തുടങ്ങിക്കാട്ടെ. അല്പസമയം ഒരുമിച്ച് പാട്ട് 2ാം റൗണ്ട് വരുന്നതും വരെ ആത്മാവിൽ ആരാധിക്കാൻ നിൽക്കേണ്ട. ഇന്ന് രാത്രി കേട്ട വചനം നിങ്ങൾക്ക് ആരോഗ്യമായി തീർന്നെങ്കിൽ ഓൺലൈനിൽ ഞങ്ങളോട് കൂടെയുള്ള പ്രിയപ്പെട്ടവരെ ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാൻ. നമ്മുടെ കർത്താവ് വരാറോ.
ഹല്ലേലൂയ. വരാനുള്ളവൻ വരും, താമസിക്കുകയില്ല.